വേദിയിലിരിക്കുന്ന ആദരണീയരായ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, നമ്മളിന്ന് വളരെ അർത്ഥഗർഭമായിട്ടുള്ള, വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. നമുക്ക് ഓരോരുത്തർക്കും അറിയാം, 2 വർഷത്തോളമായി യുനെസ്കോ കോഴിക്കോട് നഗരത്തെ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചു. ഇന്ത്യയിലെ മറ്റൊരു നഗരങ്ങൾക്കും കിട്ടാത്ത ഒരു സൗഭാഗ്യമാണ് നമ്മളെ തേടിയെത്തിയത്. ആ നഗര പദവി, സാഹിത്യ നഗര പദവി കൂടുതൽ മെച്ചപ്പെടുത്തിയെടുക്കാൻ, അതുപോലെ തന്നെ നമുക്ക് ലഭിച്ച ഈ പദവി നിലനിർത്താൻ എന്തു ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെ സംബന്ധിച്ച് പീപ്പിൾസ് റിവ്യൂ പബ്ലിക്കേഷന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ മാസത്തിൽ ഞങ്ങൾ ഒരു ചെറിയ മീറ്റിംഗ് നമ്മൾ ഓഫീസിൽ വെച്ച് സംഘടിപ്പിച്ചിരുന്നു. ആ മീറ്റിംഗിൽ ഈ പ്രദേശത്തെ കോഴിക്കോട് നഗരത്തിലെ സാമൂഹിക, സാംസ്കാരിക, കലാസാഹിത്യ രംഗത്തെ പ്രവർത്തകരെല്ലാം സംബന്ധിച്ചിരുന്നു. അവരെല്ലാം പറഞ്ഞത് ഈ വിഷയം വളരെ ആഴത്തിൽ പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചർച്ച ചെയ്യപ്പെടണം എന്നായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ പരിപാടി സമഗ്രമായി, ഈ വിഷയം സമഗ്രമായി അവതരിപ്പിക്കാൻ ഇന്ന് കേരളത്തിൽ ശേഷിയും ശേമുഷിയുമുള്ള സാംസ്കാരിക പ്രവർത്തകൻ ആണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് നിസ്സംശയം പറയാം, ഡോക്ടർ MN കാരശ്ശേരി മാഷാണ്. അതുകൊണ്ട് നമ്മൾ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. പീപ്പിൾസ് റിവ്യൂവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം, ഇതൊരു ചെറിയ മാധ്യമ സ്ഥാപനമാണ്. യാതൊരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിന്തുണയോ, ജാതിമത സംഘടനകളുടെ പിന്തുണയോ, കോർപ്പറേറ്റുകളുടെ പിന്തുണയോ ഒന്നുമില്ലെങ്കിലും നമ്മൾ ഇത്തരം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് നമുക്ക് വഴിവിളക്ക് പോലെ നമുക്ക് ഈ പ്രസ്ഥാനത്തിൽ താങ്ങും തണലുമായി മാർഗനിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്ന മഹത് വ്യക്തിത്വമാണ് PP ശ്രീധരൻ സാർ. അദ്ദേഹം എനിക്ക് പിതൃതുല്യനാണ്. അദ്ദേഹം നമ്മുടെ പീപ്പിൾസ് റിവ്യൂവിന്റെ മുഖ്യ ഉപദേഷ്ടാവ് കൂടിയാണ്. അദ്ദേഹം പ്രശസ്തനായ കവിയാണ്. അദ്ദേഹമാണ് ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത്. അദ്ദേഹത്തെ ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന് വേദിയിലിരിക്കുന്നത് ശ്രീ KF ജോർജ് സാറാണ്. നമുക്കറിയാം, 10-45 കൊല്ലക്കാലമായി മാധ്യമ രംഗത്തെ മലയാള മനോരമയുടെ അസിസ്റ്റന്റ് എഡിറ്ററായി പ്രവർത്തിക്കുകയും ശ്രദ്ധേയമായ നിരീക്ഷണങ്ങളും ശ്രദ്ധേയമായ ഇടപെടലുകളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം. ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായിട്ടൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. അതെല്ലാം അദ്ദേഹം പങ്കുവെക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ ബാബു പറശ്ശേരി, അദ്ദേഹം കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റായിരുന്നു. പക്ഷേ ഈ നാടകരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുടെ പെട്ടെന്നുള്ളൊരു മരണം കാരണം അതും അവിടെ നിൽക്കുകയാണെന്നാണ് അറിയിച്ചുള്ളത്. എന്തായാലും വരാമെന്ന് ഏറ്റിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ ഐസക് ഇപ്പൻ, അദ്ദേഹം പ്രശസ്തനായ സാഹിത്യകാരനാണ്. പക്ഷേ നമ്മളെ നിർഭാഗ്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പനിയും മറ്റാരോഗ്യ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. മറ്റൊന്ന് ഈ ചടങ്ങിൽ സംസാരിക്കുന്നത് ശ്രീ UK കുമാരൻ സാറാണ്. സാറിനെ പറ്റി ഞാൻ പറഞ്ഞ് അധികരിക്കുന്നില്ല. അദ്ദേഹം വയനാട്ടിലെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് അരമണിക്കൂർ കൊണ്ട് ഇവിടെ എത്താമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. മറ്റൊന്ന് ശ്രീമതി KC ശോഭിതയാണ്. അവരേതാനും കോഴിക്കോട് കോർപ്പറേഷന്റെ പ്രതിപക്ഷ നേതാവും ഉജ്ജ്വലയായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകയുമാണ്. അവരും ഏതാനും നിമിഷങ്ങൾ കമ്മിയോട് എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അവരെ ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ഈ വിഷയം നമ്മൾ ഏറ്റെടുക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ നിങ്ങളെല്ലാവരും കൂടെയുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസവും മുന്നോട്ടേക്കുള്ള പ്രയാണത്തിനുള്ള ശക്തിയുമാണ് നിങ്ങൾ എന്ന് ഞാനിവിടെ അടിവരട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹത്തിന്റെ, ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ചടങ്ങ് നേതൃത്വത്തിന് വേണ്ടി ആദരണീയനായ ശ്രീധരൻ സാക്ഷേപിക്കും. ഈ വിഷയം തിരഞ്ഞെടുത്തപ്പോൾ വളരെ പ്രതീക്ഷകളോടെയാണ് ഞങ്ങൾ ഇതിനുവേണ്ടി മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ സാറിൻ്റെ പ്രത്യേകമായ താല്പര്യം ആണ് ഇത് ഒരു പരിപാടി, ഒരു സമ്മേളനമായിട്ട് രൂപാന്തരപ്പെടാനുള്ള സാധ്യത ഉണ്ടായത്. ഏതായാലും നമ്മൾ അഭിമാനിക്കുന്നു യുനെസ്കോവിൻ്റെ ആഭിമുഖ്യത്തിലുള്ള സാഹിത്യ നഗരമായിട്ട് കോഴിക്കോടിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് ഏറെക്കാലമായി 1-2 വർഷമായി നമ്മൾ ആഘോഷിച്ചു വരികയാണ്. പക്ഷേ ഈ ആഘോഷം എന്നുള്ളത് മാനസിക തലത്തിലുള്ള ഒരു ആഘോഷം മാത്രമായി മാറിപ്പോകുന്നുണ്ടോ എന്നുള്ള തോന്നലാണ് വാസ്തവത്തിൽ ഇത്തരം ഒരു സെമിനാർ ഇവിടെ സംഘടിപ്പിക്കാനുള്ള നിമിത്തം ആയിട്ടുള്ളത്. ഇത് വളരെ പ്രതീക്ഷയോടുകൂടി ഈ ഒരു പദവി നമ്മൾ ആഘോഷിക്കുന്ന അവസരത്തിൽ തന്നെ നമുക്ക് ഒട്ടേറെ
ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനും ഒട്ടേറെ കാര്യങ്ങൾ നടപ്പിലാക്കാനും ഒക്കെ ഉണ്ട് എന്നും അത് എന്തൊക്കെയാണ് എന്നും തിരിച്ചറിയേണ്ട അല്ലെങ്കിൽ തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥ കൂടി നമുക്ക് ഇന്ന് ഉണ്ട്. കോഴിക്കോട് നഗരത്തെ സാഹിത്യ നഗരമായിട്ട് നമ്മൾ പറയുമ്പോൾ അത് ഏത് കാലം മുതൽ ഇവിടെ നമ്മൾ ആരംഭിക്കണം, അതിൻ്റെ അതിർവരമ്പ് എവിടെയാണ്? അത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ മാനവേദൻ രാജാവിൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തെ ഓർക്കും, അല്ലെങ്കിൽ ഈ രേവതി പട്ടത്താനം പോലെയുള്ള വലിയ മഹാസദസ്സുകളെ ഒക്കെ കോഴിക്കോട്ട് നടന്ന വലിയ ഒരു കാലഘട്ടം നമ്മൾ ഓർക്കും. പണ്ട് ഈ കോടാകാര തടം എന്നോ മറ്റോ പറഞ്ഞിരുന്ന ഈ കോഴിക്കോട് വികസിച്ച് ഇന്ന് കുറേ കൂടി വലുതായി വന്ന കഥ നമ്മൾ ഓർക്കും. അതോടൊപ്പം തന്നെ ഇവിടെ വളർന്നു വന്ന അനേകം സാഹിത്യ നായകന്മാരെ കുറിച്ച് നമ്മൾ ഓർക്കും. നമ്മൾ ഓർക്കും എന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നു എന്ന് ശരി, കാരശ്ശേരി മാഷും ഓർക്കും, ജോർജും ഓർക്കും. പക്ഷേ അതിനപ്പുറത്ത് ആരൊക്കെ ഓർക്കുന്നു അല്ലെങ്കിൽ ആരൊക്കെ ഓർക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഇവിടെ നമ്മൾ വലിയ പഴയ കാലത്ത് ഈ കൃഷ്ണനാട്ടം പോലെയുള്ള അല്ലെങ്കിൽ കൃഷ്ണഗീതി പോലെയുള്ള സാഹിത്യ കൃതികൾ ഉണ്ടായ ഒരു കഥ നമ്മൾ ഇപ്പോൾ ഓർത്തു. അപ്പോൾ അത് ആ കാലം മുതൽ നമ്മൾ ഈ സാഹിത്യ നഗരത്തെക്കുറിച്ച് പറയേണ്ടതാണ്, അല്ലെങ്കിൽ അതിനുമപ്പുറത്ത് പറയേണ്ടതാണ്. സാഹിത്യ നഗരത്തെക്കുറിച്ച് പറയുമ്പോൾ കോഴിക്കോടിനെ മാത്രം നമ്മൾ അങ്ങനെ ഒരു പരിമിതപ്പെടുത്തി പറയേണ്ട ഒരു കാര്യമില്ല. കോഴിക്കോട് എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് താമസമാക്കിയ അനേകം സാഹിത്യകാരന്മാരുടെ ഒരു തട്ടകമാണ്. ഇപ്പോൾ ആ തട്ടകത്തിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ചിക്കോടിയനെ പോലെയുള്ള പ്രതിഭകൾ, അല്ലെങ്കിൽ മഹാകവി അക്കിത്തം പോലെയുള്ള പ്രതിഭകൾ, ഉറൂബിനെ പോലെയുള്ള സാഹിത്യകാരന്മാർ, ഈ ഭാസ്കരനെ പോലെയുള്ള സാഹിത്യകാരന്മാർ, അവരൊക്കെ ഈ സാഹിത്യ നഗരത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് നമ്മൾ ആ തലത്തിൽ ചിന്തിക്കുന്നില്ല? ഇപ്പോൾ സാഹിത്യ നഗരത്തെക്കുറിച്ച് അനേകം പരിപാടികൾ സാഹിത്യ നഗരം എന്നുള്ള ഒരു പേര് മാത്രം കൊടുത്താൽ സാഹിത്യ നഗരത്തിൻ്റെ പരിപാടിയായി എന്നുള്ള ഒരു ധാരണയാണുള്ളത്. ഇത് സാഹിത്യ നഗരത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് എന്ന് പറഞ്ഞാൽ അത് സാഹിത്യ നഗരത്തെ ആദരിക്കലായി എന്നുള്ള ഒരു തോന്നലാണ്. അതിനപ്പുറത്ത് നമ്മൾ അറിയേണ്ടത്, ഇവിടെ നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഘോരഘോരം സംസാരിക്കുന്ന എത്ര പേർക്ക് എൻ വി കൃഷ്ണവാര്യരെ അറിയാം, അല്ലെങ്കിൽ കുട്ടിക്കൃഷ്ണമാരാരെ അറിയാം എന്ന് ചോദിച്ചാൽ കുട്ടിക്കൃഷ്ണമാരാരോ അത് ആരാണ് എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നും മാറിയിട്ട് ഈ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചതോടൊപ്പം തന്നെ അതോടൊപ്പം നമ്മൾ നടപ്പിലാക്കേണ്ട നടപടികൾ എന്തൊക്കെയാണ്? അതൊരു പൊളിറ്റിക്കൽ തീരുമാനം മാത്രമല്ല. പൊളിറ്റിക്കലായിട്ടുള്ള നേതാക്കൾ കൂടിയിരുന്നു കൊണ്ട് സാംസ്കാരിക നായകന്മാരുമായി സാംസ്കാരിക പ്രതിഭകളുമായിട്ട് കൂടിച്ചേർന്ന് ഇരുന്നു കൊണ്ട് ആലോചിച്ച് രൂപപ്പെടുത്തേണ്ടതായ ഒരു ഡ്രാഫ്റ്റ്, ഒരു പ്രാഥമിക ഡ്രാഫ്റ്റ് നമ്മൾ പറയും, ഒരു കരട്. ആ കരട് പോലും ഇന്ന് നമുക്കില്ല എന്നുള്ളതാണ് വലിയ ഘട്ടം ആയിട്ടുള്ളത്. ഇന്ന് സാഹിത്യ നഗരം എന്നാണെങ്കിൽ ആ പഴയ പേര് സത്യത്തിൻ്റെ നഗരം എന്നായി. നമുക്ക് പഴയ കഥയുണ്ട്. എന്നുവെച്ചാൽ അറേബ്യയിലെ ഒരു രാജാവ്, ഒരു കഥയാണ് കേട്ടോ, സ്റ്റോറിയാണ്, ഹിസ്റ്ററിയല്ല. ഈ ഭാഗത്ത് കച്ചവടത്തെ പറ്റി ആലോചിക്കുമ്പോൾ അദ്ദേഹം ഒരു ചെറിയ യാത്രാ സംഘത്തെ അയച്ചു. ഇവിടെ കോഴിക്കോട്ടും കൊച്ചിയിലും തിരുവിതാംകൂറിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ ആള് ഒരു ഭരണി കൊടുത്തു. വണ്ടിയിൽ ഒലീവ് കായ ഉപ്പിലിട്ടതാണ്. ഇവിടെ ഇരുന്നോട്ടെ, ഞങ്ങൾ തെക്കോട്ട് പോയി മടങ്ങി വരുമ്പം വാങ്ങിക്കോളാന്ന് പറഞ്ഞു. അപ്പം എല്ലാവരും വാങ്ങി വെച്ചു. അവർ തിരിച്ചു പോയി. അപ്പോൾ അറേബ്യയിൽ എത്തിയിട്ട് അവർ ഈ ഭരണി തുറന്നു നോക്കി. അപ്പോൾ ഈ ഭരണിയിൽ സ്വർണ്ണമായിരുന്നു. അതിൻ്റെ മുകളിലൊരു കുറച്ച് ഒലിവ് കായ വെച്ചിട്ടുണ്ട്. കൊച്ചിനും തിരുവിതാംകൂറുമൊക്കെ ഉള്ള ഭരണി പഠിക്കുന്നത് അതിലൊക്കെ ഒലിവ് കായുണ്ട്, സ്വർണ്ണം ഉണ്ടായിരുന്നില്ല. കോഴിക്കോട്ട് സാമൂതിരിപ്പാട് വാങ്ങിയ സൂക്ഷിക്കാൻ ഏറ്റ പാത്രത്തിൽ ഒരു കുഴപ്പം പറ്റിയിരുന്നു. അങ്ങനെയാണ് കച്ചവടം കോഴിക്കോടുമായിട്ട് മതി എന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ സത്യത്തിൻ്റെ നഗരം എന്നൊരു പേര് നമുക്ക് കിട്ടിയത്. ഇത് നമ്മളായിട്ടാണ് കച്ചവടം എന്നുള്ളതിന് വേറൊരു കഥയായിരിക്കാം. പക്ഷേ
നമ്മുടെ ഈ ഇടയ്ക്ക് മരിച്ചുപോയ വലിയ ഹിസ്റ്റോറിയൻ MGS നാരായണൻ കോഴിക്കോടിനെ പറ്റി എഴുതിയ ഇംഗ്ലീഷ് എഴുതിയ പുസ്തകത്തിൻ്റെ പേര് കാലിക്കറ്റ് ദ സിറ്റി ഓഫ് ട്രൂത്ത് റീവിസിറ്റഡ്. അത് വെറും കഥയല്ല എന്ന് ഇന്നും ചെറിയൊരു കാര്യം ഞാൻ പറയാം. കേരളത്തിലെ ഏറ്റവും നല്ല ഓട്ടോറിക്ഷക്കാരൻ കോഴിക്കോട്ടാണ്. ഓട്ടോ എന്ന് മോഹൻലാലിന്റെ ഒരു സിനിമ വന്നപ്പോൾ അതിന്റെ പശ്ചാത്തലമായിട്ട് കാണിച്ചത് കോഴിക്കോട്. വലിയ കുഴപ്പമില്ലാതെ നമ്മൾ പോകുന്നുണ്ട് എന്നതിന്റെ പല സൂചനകളിലൊന്നാണ്. ഇവിടെയാണെങ്കിൽ നമുക്ക് ഈ തിരുവിതാംകൂറും കൊച്ചിയും നമ്മളൊക്കെയായിട്ട് വലിയ വ്യത്യാസമുണ്ട്. എന്നുവെച്ചാൽ അവരൊക്കെ നാട്ടുരാജ്യങ്ങളായിരുന്നു, പ്രിൻസിലി സ്റ്റേറ്റ്. ബ്രിട്ടീഷുകാർ കപ്പം വാങ്ങുന്നുള്ളൂ, ഇവിടെ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കും. 1792 മൂന്നാം മൈസൂർ യുദ്ധത്തിൽ ടിപ്പു തോൽക്കും. അങ്ങനെ ശ്രീലങ്കൻ സന്ധി അനുസരിച്ച് ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കുകയാണ് മലബാർ. പിന്നെ 47 ബ്രിട്ടീഷ് ഭരണം. അതിന്റെ തമാശ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് മലബാർ പിറകിലായി പോകാൻ കാരണം ബ്രിട്ടീഷുകാരാണ്. കാരണം വളരെ നേരത്തെ സ്വാതന്ത്ര്യനാള് തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് സ്കൂൾ തുടങ്ങി. വിക്ടോറിയ റാണിയുടെ ജൂബിലിയുടെ ഭാഗമായിട്ട് കേരളത്തിൽ 2 ടൗൺ ഹാൾ പണിതു. അതൊന്ന് ഇപ്പോ അയ്യങ്കാളിയുടെ പേരിൽ അറിയപ്പെടുന്ന തിരുവനന്തപുരത്തെ BJT ഹാളും കോഴിക്കോട് ടൗൺ ഹാളും. കോഴിക്കോട് ടൗൺ ഹാളിന് അവർ പേരിട്ടത് വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ. കോഴിക്കോട് മലബാറിൽ ആരും അങ്ങനെ പറഞ്ഞില്ല. അവർ പറഞ്ഞതെന്താണ്? ടൗൺ ഹാൾ കഴിച്ചത്. വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ ഒരിക്കലും കോഴിക്കോട് ആരും പറഞ്ഞിട്ടില്ല. അതിവിടെ കലക്ടറുടെ ചാർജ് നോക്കിയിരുന്ന ന്യൂബർഗാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അവിടെ എഴുതി വെച്ചിട്ടത് ന്യൂബർഗ് ആരാന്ന് വിചാരിച്ചാൽ ചന്തുമേനോന്റെ ഇന്ദുലേഖ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ ആളാണ്. 1889 ചന്തുമേനോൻ ഇവിടെ മുനിസിപ്പാലിറ്റി. പ്രസിദ്ധനായ മലബാർ കലക്ടർ വില്യം ലോഗൻ തലശ്ശേരി അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരും. ഇതിലേക്ക് എഴുതിയ ഇവിടുന്നല്ല, അത് പരമ്പരങ്ങാടില്ല. ഇവിടെ മുനിസിപ്പാലിറ്റി അങ്ങോട്ട് മാറ്റി അവിടുന്ന് എഴുതും. അടുത്ത കൊല്ലം തന്നെ അത് ഇംഗ്ലീഷിലേക്ക് വരും. ഇന്ദുലേഖ തന്നെ അതിന്റെ പേര്. അപ്പോ കോഴിക്കോടിന് അങ്ങനെ വളരെ വലിയ പാരമ്പര്യം, പോരാട്ടത്തിന്റെ പാരമ്പര്യം. ഇവിടെ ഒന്നും ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. 1980 എനിക്ക് വളരെ അടുപ്പുണ്ടായിരുന്ന ഡോക്ടർ NA കരീമാണ് കേരള യൂണിവേഴ്സിറ്റി എന്ന് പ്രൊവൈസ് ചാൻസലർ. അപ്പൊ ഞങ്ങളുടെ അദ്ദേഹം 4 കൊല്ലം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു. വളരെ അടുപ്പായിരുന്നു. ഞാൻ അവിടെ ചെന്ന അദ്ദേഹത്തിൻ്റെ കൂടെയാണ്. അപ്പൊ ചെന്നപ്പോ വൈകുന്നേരം ചെന്നപ്പോ പരിസര പറഞ്ഞു, താൻ എനിക്ക് നമുക്ക് ഒന്നിച്ച് പുറത്തേക്ക് പോവാം, ഞാൻ ഇറങ്ങാൻ സമയമായി. അപ്പോ ഇറങ്ങുന്ന സമയമാകുമ്പോ ഡ്രൈവർ വാസു വന്നിട്ട് ഇദ്ദേഹത്തോട് ഈ വിവരം പറയും. അദ്ദേഹം ഒരു വായിക്ക് എഴുതൊക്കെ ആണെങ്കിൽ ഇറങ്ങാൻ സമയം. അപ്പൊ വാസു എന്ന് അദ്ദേഹത്തെ വിളിച്ചത് ഏമാനെയാണ്. ഞാൻ ശരിക്കും ഞെട്ടി. ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറെ ഡ്രൈവർ ഏമാനെ വിളിക്കും. അപ്പൊ എന്റെ മുഖത്ത് അത് തെളിഞ്ഞപ്പോ കരീം സാറിനെ പെട്ടെന്ന് മനസ്സിലായി. അപ്പൊ വാസു അങ്ങോട്ട് പോയപ്പോ കരീം സാർ എന്നോട് പറഞ്ഞു, താൻ എന്താ ചിരിച്ചെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇവിടെ വന്ന അന്ന് വാസുവിനോട് പറഞ്ഞാണ്. ഇദ്ദേഹം പ്രജാപനത്തിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. സമരത്തിലൊക്കെ പങ്കെടുത്ത് ജയിലിലൊക്കെ പോയ ആളാണ് കരീം സാർ. KM സിറ്റി സാഹിബിന്റെ മച്ചൂരിനാണ് ഈ NA കരീം. അപ്പോ ഞാൻ വാസുവിനോട് പറഞ്ഞാണ്, താൻ എന്നെ കൂടി വന്ന സാറിന് വിളിച്ചു, ഈ ഏമാനെന്ന് വിളിക്കല്ലേ. അപ്പൊ വാസു പറഞ്ഞു, ഏമാൻ അത് മാത്രം പറയരുത്, അവിടുത്തെ ശീലമാണത്. നിങ്ങൾക്ക് മലബാറിൽ ഒരു ഡ്രൈവറെയും ഏമാനെ നിങ്ങൾ പറഞ്ഞാൽ അവർ വിളിക്കില്ല. ആ വ്യത്യാസം. അപ്പൊ ഇതില് ഒക്കെ നമുക്ക് കോഴിക്കോട്ടുകാർക്കുള്ള ഒരു സൂചിപ്പിച്ചത്, ഇവിടെ പിറന്നതിനേക്കാൾ അധികം ആളുകൾ മറ്റു നാട്ടിൽ നിന്ന് വന്നു. ഇവിടെ മഹായോഗ്യനായിട്ട് ഒരുത്തം പിറന്നു. അദ്ദേഹത്തിന്റെ പേര് VK കൃഷ്ണമേനോൻ. നിങ്ങൾ ചരിത്രബോധമുള്ള ആളുകളോട് ഇന്ത്യയിൽ എവിടെ ചെന്ന് സംസാരിച്ചാലും, ചിലപ്പോ ഇംഗ്ലണ്ടിൽ ചെന്ന് സംസാരിച്ചാലും
അവർക്ക് തിരിയുന്ന ഒരുത്തരാണ് കൃഷ്ണമൻ. അതേ കോഴിക്കോട്ടുകാരാണ്. അവനിങ്ങനെ ജനിച്ചു. വേറൊരു എഴുത്തുകാരൻ എസ്.കെ. പൊറ്റക്കാട് ഇവിടെ ജനിച്ചു. ബാക്കിയുള്ളതൊക്കെ പുറത്തു വന്ന ആൾക്കാർ. പിന്നെ ഇപ്പൊ നമ്മൾ കേമായിട്ട് പറയുന്ന ഒരാൾ മുഹമ്മദ് അബ്ദുറഹിമാൻ കൊടുങ്ങല്ലൂർക്കാരനാണ്. മൊയ്തു മൗലവിയാണ്, പൊന്നാനിക്കാരനാണ്. കേശവനാണ്, പാലക്കാട്ടുകാരനാണ്. സഞ്ജയനാണ്, തലശ്ശേരിക്കാരനാണ്. അങ്ങനെ മാരാര് തിരൂരാണ്. MT കൂടല്ലൂരാണ്. ഒക്കെ ഇവിടെ വന്ന് ബഷീർ വൈക്കത്താണ്. കോഴിക്കോടിന്റെ ഒരു യോഗ്യത ആര് വന്നാലും അങ്ങനെ പോവാൻ വിടില്ല. വലിയൊരു അഴീക്കോട് മാഷ് ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, സാറ് ദയവായിട്ട് ഓർത്തിരിക്കണം, 2 പേരാ ഇവിടുന്ന് പോയിട്ടുള്ളൂ വന്നിട്ട്. അതാരാണോ നമ്മളൊന്ന് ബാലാമയമ്മ അവരിവിടുന്ന് പോയി. പിന്നെ അഴീക്കോട് മാഷ്. അഴീക്കോട് മാഷോട് ഇവിടുന്ന് പോകരുത് എന്ന് ശടിച്ചു പറഞ്ഞ ഒരാള് ബഷീറാണ്. നല്ല ബഷീർ പറഞ്ഞത് ഇവിടെ ഉള്ളതൊക്കെ നല്ല ജന്തുക്കളാണ്, മനുഷ്യന്മാരെ കാണണമെങ്കിൽ ഇവിടെ വേണം. വന്ന് ബഷീർ വന്ന സമയത്ത് വളരെ വൃത്തികേടായിരുന്നു കോഴിക്കോട്. അപ്പൊ അദ്ദേഹം ചന്ദ്രിക റിപ്പബ്ലിക് എഴുതിയൊരു കത്തിൽ പറയുന്നുണ്ട്, ഈ നഗരത്തിന്റെ പേര് കോഴിക്കോട് എന്ന് അത്യാവശ്യമായിട്ട് മാറ്റണം. അമ്മാതിരി നാറ്റമായിരുന്നു. സത്യ ബഷീർ പറഞ്ഞു. അന്ന് ഞാനിവിടെ 67 വരുന്നത്. 67 വരുമ്പോ വളരെ വളരെ കുടുങ്ങിയ റോഡുകൾ. വന്ന് പറയാനുള്ള തമാശ, വാസ്കോഡിഗാമ വന്നാൽ ഇപ്പോഴും വഴി തെറ്റില്ല. അതെ, അത് പിന്നെ മാറാൻ തുടങ്ങിയത് സന്തോഷ് ട്രോഫിയുടെ കാലത്താണ്. അതോടെ കളക്ടർ ഞാൻ നല്ല ഓർക്കുന്നുണ്ടത് ജയകുമാറിന്റെ ഇതിലാണ് സന്തോഷ് ട്രോഫിക്ക് വേണ്ടി പോകണം. പിന്നെ എങ്ങനെ പതുക്കെ അത് മെച്ചപ്പെട്ടു. ഇപ്പോ സാഹിത്യത്തെ പറ്റി, ഇവിടുത്തെ സാഹിത്യ അന്തരീക്ഷത്തെ പറ്റി ഞാൻ വരുമ്പോ, അതായത് ഞാൻ പറഞ്ഞേ ഒരു 10-60 കൊല്ലം മുമ്പത്തെ കാര്യം പറഞ്ഞാൽ, അന്ന് ഏറ്റവും വലിയ ഇവിടുത്തെ സാഹിത്യത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ആകാശവാണി. ഞാൻ വരുമ്പോഴേ ഇദ്ദേഹം അവിടെയുള്ള വേറൊരാള് ഉറൂബാണ്, തിക്കോടി, NN കക്കാട്, അക്കിത്തം, KA കൊടുങ്ങല്ലൂർ, UA ഖാദർ. അതിന് മുമ്പൊരു ടീമുണ്ട്, അത് P ഭാസ്കരനും K രാഘവനൊക്കെ. അപ്പൊ അന്നൊക്കെ കോഴിക്കോടിന്റെ ഏറ്റവും വലിയ ഹരം എന്ന് പറയുന്നത് ഫുട്ബോളാണ്. ഇവിടുത്തെ നമ്മുടെ മലയാള ഭാഷയിലെ ഫുട്ബോളിന്റെ പ്രധാനപ്പെട്ട നിരൂപണം തുടങ്ങി തന്നെ കോഴിക്കോട്ടാണ്. അത് തുടങ്ങിയ ആളുടെ പേര് PA മുഹമ്മദ് കോയ. ആ പേരിൽ തന്നെ എഴുതിയിരുന്നത് മുഷ്താഖ് എന്നുള്ള പേരിലാണ്. ഞാൻ ആദ്യമായിട്ട് വായിച്ചൊരു കായികമായിട്ട് ബന്ധപ്പെട്ടൊരു ലേഖനം ഞാൻ വായിച്ചത് 1960 ചന്ദ്രിക റിപ്പബ്ലിക് പതിപ്പില് കറുത്ത മുത്ത് എന്ന് പറഞ്ഞ പെലയെ പറ്റി അദ്ദേഹം ഒരു ലേഖനം എഴുതി. മുഷ്താഖ്, അന്ന് മുഷ്താഖ് PA ആണെന്ന് എനിക്ക് അറിഞ്ഞതാണ്. PA ഇവിടെ കോഴിക്കോട് ജനിച്ചോളുന്ന ആളാണ്. അദ്ദേഹമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട സുൽത്താൻപൂർ എന്നുള്ള കോഴിക്കോടിന്റെ സാമൂഹ്യ അന്തരീക്ഷം ചിത്രീകരിക്കുന്ന നോവൽ എഴുതി. പിന്നെയാണ് വിംസി വരുന്നത്. വിംസിയാണ് സ്പോർട്സ് ക്രിറ്റിസം എന്നൊരു സംഗതി. പിന്നെ മനോരമയില് അബുസാദ്. പിന്നൊന്ന് സംഗീതമാണ്. സംഗീതം എന്ന് പറഞ്ഞാൽ മഹദി ഹസൻ മറ്റു പാകിസ്ഥാനിൽ ചികിത്സയ്ക്ക് വേണ്ടി കോട്ടയിൽ ഒന്ന് മടങ്ങി പോകുമ്പോൾ ടാഗോർ ഹാളിൽ അദ്ദേഹത്തിന് ഒരു പരിപാടി ഉണ്ടായിരുന്നു. മലബാർ അതിന്റെ തലസ്ഥാനമായ കോഴിക്കോട് മുമ്പിലായിരുന്നു. ഇവിടെ വന്ന ആൾക്കാർ ഇപ്പം കോഴിക്കോട് എന്നുള്ള പേരിൽ ഒരാൾ എഴുതിയും അയാൾ പക്ഷേ കോഴിക്കോട്ടുകാരനല്ല. അത് അപൂർണതായ PRTയിൽ ഉണ്ടായിട്ടില്ല. സിനിമ പോയി അതേ പാലക്കാട്ടുകാരൻ. അതേ ശരിക്കും പേര് പാലക്കാടനാണ്. തിക്കോടിയനായിരുന്നു ശരിക്കും കോഴിക്കോട് എന്നുള്ള പേര് ചെയ്യില്ല. അത് എടുത്തത് പക്ഷേ അപകടനായ ഒരുപടി ആളുകൾ, ഒരുപടി മാസികൾ നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. കോഴിക്കോടിന്റെ പാരമ്പര്യത്തിലെ പ്രധാനപ്പെട്ട ഒന്ന് മാതൃഭൂമിയാണ്. അത് 1923 തുടങ്ങും. അത് തുടങ്ങാൻ കാരണം ഗാന്ധിയാണ്. ഗാന്ധി പറയാണ് നിങ്ങളവിടെ ഒരു ദിനപത്രം തുടങ്ങണം. പിന്നീട് അതിന്റെ പത്രാധിപർ അനിയനെടുത്ത് മാധവൻ നായരുടെ ചിത്രം അനാച്ഛാദനം ചെയ്യാനും അദ്ദേഹത്തിന്റെ പേരിലുള്ള പ്രസ് ഉദ്ഘാടനം ചെയ്യാനും ഗാന്ധി വരും. ചെറുട്ടൂരിലെ MM പ്രസിൽ ഗാന്ധി അത് ഉദ്ഘാടനം ചെയ്യും.
പിന്നെ അബ്ദുറഹിമാന്റെ മൊയ്തുമൗലവിയുടെ പ്രവർത്തന മേഖല അങ്ങനെ അതില് ആ കൂടുതൽ വന്ന ഒരുത്തനാ വൈക്കം മുഹമ്മദ് ബഷീർ. അന്ന് ഇവിടെ ബീച്ചില് സഖ്യായിട്ട് പങ്കെടുത്തിട്ട് ബഷീർ ഇവിടെ കുടിയേറ ചെയ്യും. അങ്ങനെ ഒരുപടി അത്തരം അനേകം ഓർമ്മകളുടെ ഒരു ഭാരവുമായിട്ട് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ആകാശവാണി എന്ന് പറയുന്നത് സംഗീതത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും ഈ ഭാസ്കരൻ്റെയും കേട്ടോ, ഞാനൊരു രഹസ്യം പറയാം, ആയിട്ടുള്ളതുകൊണ്ട് പറയാൻ വളരെ എളുപ്പമാണ്. ഇതില് ഭാസ്കരൻ മാഷ് ഇവിടുന്ന് ശാന്താപി നായർ എന്ന് പിന്നീട് അറിയപ്പെട്ട ഗായിക അവരെ യാത്രയായിരുന്നു. അത് തമ്മിലൊരു പ്രണയം ഉണ്ടായിരുന്നു. സാഹചര്യവശാൽ പത്മനാഭൻ നായരാണ് ശാന്തയെ കല്യാണം കഴിച്ചത്. അപ്പോൾ അവളെ യാത്രയാക്കാൻ വേണ്ടി മറ്റുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഭാസ്കരൻ മാഷ് കോഴിക്കോട് ടെലിവിഷൻ നിൽക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ആ കവിത തുടങ്ങുന്നത്. യാത്രയാക്കുന്നു സഖി നിന്നെ ഞാൻ മൗനത്തിന്റെ നേർത്ത പട്ടുനൂൽ പൊട്ടിച്ചെതറും പദങ്ങളാ. ഓർക്ക വല്ലപ്പോഴും എന്നാണ് ആ കവിതയുടെ പേര്. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ ഫോട്ടോഗ്രാഫ് എഴുതുന്നൊക്കെ ഓർക്ക വല്ലപ്പോഴും എന്നാണ്. അങ്ങനെ അങ്ങനെ ഒരുപടി, അതായത് സംസ്കാരത്തിന്റെ പല തരത്തിലുള്ള ആവിഷ്കാരങ്ങളുണ്ട്. അപ്പൊ അതില് തീർച്ചയായിട്ടും സാഹിത്യം പിന്നീട് ഇവിടെ മൂത്തു വരുന്ന ഒരു സാധനമാണ് സിനിമ. അതിലിപ്പോ നമുക്ക് ഓർമ്മിക്കാനുള്ള ആദ്യത്തെ ആള് എം ടി. ഇത് രണ്ടും കൂടി ഒരു ബ്ലെൻഡിങ് ആണ്. ഇവിടെ ഒരുപടി തിരക്കഥാകൃത്തുക്കൾ ഉണ്ടായിട്ടിപ്പോ ദാമോദരൻ മാഷ് അനവധി തിരക്കഥകൾ. എം ടിയെ പറ്റി നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു പ്രധാന കാര്യം, അദ്ദേഹം അനേകം നോവലുകളും ചെറുകഥാ സമാഹാരങ്ങളും നാടകവും ലേഖന സമാഹാരങ്ങളും ബാലസാഹിത്യവും പരിഭാഷയൊക്കെ ചെയ്യുന്ന കൂട്ടത്തില് അദ്ദേഹം നിരന്തരം തിരക്കഥ എഴുതിയിരുന്നു. അപ്പൊ ഞാനെന്നാ ഒരാൾ ചോദിച്ചു, ഒരു സുഹൃത്തോട് ചോദിച്ചു, എം ടി എത്ര തിരക്കഥ എഴുതിയിട്ടുണ്ടാവും? അപ്പൊ അദ്ദേഹം പറഞ്ഞു ഒരു 10. ഞാൻ പറയും 10 മതി. പാലിനൊക്കെ എന്തായാലും ഉണ്ടാവും. അവരുടെ എത്ര ഉണ്ട്? ഞാൻ പറഞ്ഞ 60 ഉണ്ട്. 60. മറ്റുള്ള തിരക്കഥാചിന്തകളൊക്കെ 60 തിരക്കഥ എഴുതിയ വേറെ 10 ആൾ കേരളത്തിലുണ്ടാവും. അവർ തിരക്കഥ മാത്രമേ എഴുതിയിട്ടുള്ളൂ. എം ടി അതല്ല. എം ടി വളരെ പ്രസിദ്ധമായ ഒരു മാസിക പ്രഗത്ഭമായ രീതിയിൽ ഇത്രയും കൊല്ലം നടത്തി. പിന്നെ 10-30 കൊല്ലത്തിലധികം തുഞ്ചൻ പറമ്പന്റെ നേതൃത്വം ഏറ്റെടുത്തു. പിന്നെ പരിഭാഷപ്പെടുത്താനും മറ്റെല്ലാ പണികളും എത്രയാ ജോലി ചെയ്തത്. ഇങ്ങനെ വിശ്രമമില്ലാത്ത ഒരാള്. അപ്പോ ആ കൂട്ടത്തിൽ അന്ന് സാഹിത്യമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കണ്ട ഒരു കാര്യം, സാഹിത്യത്തിന് എന്താണ് സാഹിത്യം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്നൊരു ചോദ്യം. അതിന് സംശയത്തിലെ മറുപടി ഒത്തിരിക്കുന്നതെന്നാണ്. സഹിതസ്യ ഭാവമാണ് സാഹിത്യം. എന്താ ഒത്തിരിക്കുന്നത്? വാക്കും അർത്ഥവും എവിടെയാണോ ഒത്തിരിക്കുന്നത് അതിനാണ് സാഹിത്യം എന്ന് പറയുന്നത്. കാളിദാസന്റെ രഘുവംശം തുടങ്ങുന്നത് അങ്ങനെയാണ്. അതായത് ശിവനും പാർവതി എങ്ങനെ ഒത്തിരിക്കുന്നു, അത് വാക്കും അർത്ഥവും പോലെ ഒത്തിരിക്കുന്നതാണ്. വാഗർത്ഥാവുക സംബന്ധിതം മൊഴിയും പൊരുളും പോലെ ചേർന്നിരിക്കുന്നതാണ്. അപ്പൊ ഒരു ചോദ്യമുണ്ട്, എല്ലാ വാക്കിന്റെയും ഉള്ളിലെ അർത്ഥം ഇല്ല. വാക്കിന്റെ അർത്ഥം ഇപ്പൊ എപ്പോഴുണ്ടാവും? അത് മാർക്സ് ചോദിക്കും, വാക്കിന്റെ അർത്ഥം എവിടെ ഇരിക്കുന്നുണ്ട്? മാർക്സ് പറഞ്ഞ മറുപടി, വാക്കിന്റെ അർത്ഥം നിങ്ങൾ ഉത്പാദിപ്പിക്കുമ്പോൾ മാത്രം ഉണ്ടാവുന്നതാണ്. അതായത് നിഘണ്ടുവിലല്ല ഇതിന്റെ അർത്ഥം. ഒരു ലെക്സിക്കലിന് നമുക്ക് അതിന്റെ അർത്ഥം കാണാൻ പറ്റും. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് സെക്യുലറിസം എന്നാണ് മനസ്സിലാവാത്തത്? നിങ്ങൾ രാഷ്ട്രീയ ജീവിതം കൊണ്ട് അതിന്റെ അർത്ഥം ഉത്പാദിപ്പിച്ചിട്ടില്ല കഴിഞ്ഞത്. രാഷ്ട്രീയ ജീവിതം കൊണ്ട് സെക്യുലറിസം എന്നുള്ള വാക്കിന്റെ അർത്ഥം നിങ്ങൾ ഉത്പാദിപ്പിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? പരിഭാഷ വേണ്ടിയിരുന്നില്ല. കമ്മ്യൂണിസം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? നിങ്ങൾക്ക് കൃഷ്ണപിള്ളി അറിയാമായിരുന്നു, AKG അറിയാമായിരുന്നു, EMS അറിയാമായിരുന്നു. അവരുടെയൊക്കെ സമര ജീവിതം കൊണ്ട് കമ്മ്യൂണിസം സമഷ്ടിവാദം എന്നുള്ള പരിഭാഷ ഒന്നും ആർക്കും വേണ്ടി ഒന്നുമില്ല. ഇപ്പോ നമുക്ക് പറഞ്ഞ ഡെമോക്രസിയുടെ അർത്ഥം തിരിയാതായിരുന്നു. കാരണം ഡെമോക്രസി അല്ല ഇവിടെ ഇപ്പോൾ ഉള്ള എന്താ? ഭൂരിപക്ഷ വാദമാണ്, മെജോറിറ്റേറിയനിസം. ഡെമോക്രസിയുടെ അർത്ഥമൊക്കെ പോവാണ്. കാരണം അത് നമ്മൾ ഉത്പാദിപ്പിച്ചതിന് അർത്ഥം ഉണ്ടാവില്ല. അപ്പോ
സാഹിത്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. കുഞ്ഞുപാത്തുമ്മയെ കാണുമ്പോഴാണ് നിങ്ങൾക്ക് എന്താണ് നിഷ്കളങ്കത, എന്താണ് വിനയം, എന്താണ് സ്നേഹം എന്നൊക്കെ മനസ്സിലാവും. ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, അവിടെ തുടയിൽ കടിച്ച അട്ടയെ കൊല്ലാൻ വേണ്ടി ഒരു കോലെടുത്ത് കുത്താൻ പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുവാണ്, എന്താ അട്ടയ്ക്ക് ഉമ്മായും ബാപ്പായും കാണും. അത് നമ്മളിത് ആലോചിക്കാത്തൊരു കാര്യമല്ലേ, അട്ടയ്ക്ക് ഉമ്മയും ബാപ്പയും ഉണ്ടാവും. അപ്പൊ കൊല്ലാൻ വയ്യ, പിന്നെ അവിടെ എന്ത് ചെയ്തു, എന്നാൽ ആരും ചീത്ത പറഞ്ഞേക്കാൻ നിറച്ചു. അപ്പൊ അവർക്ക് ചീത്ത ഒന്നും അറിഞ്ഞൂടാ, ചീത്ത അറിഞ്ഞൂടാ. അവർക്ക് 11 വയസ്സെത്ത് ഈ കുട്ടി ഒന്നും അവർക്ക് അറിഞ്ഞൂടാ. അത് അപ്പൊ നിഷ്കളങ്കത, ഞാനൊരു വിസ്തരിച്ച് പോകുന്നില്ല. നിഷ്കളങ്കത എന്ന് പറയുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് ജീവിതത്തിൽ കാണാൻ പറ്റാത്തത് ഈ സാഹിത്യത്തിൽ കാണും. മാധവിക്കുട്ടി കുറച്ചു കാലം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ മലയാളത്തെ കാര്യം പറഞ്ഞില്ല, കാരണം അവര് 10ാം ക്ലാസ് പഠിക്കുമ്പോൾ മാതൃഭൂമി വീക്കിൽ എഴുതി തുടങ്ങും. കാരണം അത് ആളുകളിപ്പോ PM നായർ അവരുടെ അച്ഛൻ അതിന് മാനേജർ ആയതൊന്നൊന്നുമല്ല, അത്ര വലിയ എഴുത്തുകാരി കുട്ടിക്കാലത്തെ തന്നെയാണ് അവർ. അപ്പൊ ഈ സാഹിത്യത്തിന് വേണ്ട ഒരു സാധനം പുസ്തക പാരായണം മാത്രമല്ല. അവിടെയാണ് എൻ്റെ പ്രശ്നം. സംസ്കൃതത്തിൽ പറയും, സംഗീതവും സാഹിത്യവും സരസ്വതി ദേവിയുടെ 2 സ്ഥലങ്ങളാണെന്ന് പറയും. സരസ്വതിയാണല്ലോ എല്ലാത്തിൻ്റെയും അതിദേവത. അവളെ പറ്റിയാ കോയമ്പയുടെ പാട്ട്, മാണിക്യ വീണയുമായ മനസ്സിന്റെ താമരപ്പൂവിലുള്ളവളെ. അതായത് അത് കാമുകിയല്ല, കവിക്കൊരു കാമുകിയുള്ളത് കവിതയാണ്. മാണിക്യ വീണയുമായിട്ട് താമരപ്പൂരിരിക്കുന്ന ലക്ഷ്മിയാണ്, ക്ഷമിക്കണം, സരസ്വതിയാണ്. ഇപ്പൊ സരസ്വതിയുടെ 2 സ്ഥലങ്ങളാണ് സംഗീതം സാഹിത്യം എന്ന് പറയും. എന്നിട്ട് അത് വിശദീകരിക്കും. എങ്ങനെ വിശദീകരിക്കുന്നത്? സംഗീതമൊക്കെ സാഹിത്യം സരസ്വതി ആ സ്ഥലദ്വയം. ഏകം ആപാദ മധുരം, അന്യം ആലോചനാമൃതം. ഏകം ആദ്യം പറഞ്ഞത് ഒന്നാമത്തേത് ആപാദ മധുരമാണ്, ഓരോ വീഴ്ചയിലും മധുരമായിരിക്കുന്നതാണ് സംഗീതം. മറ്റേതോ അന്യം ആലോചനാമൃതം, ആലോചിക്കുന്നതോറും അമൃതമായിക്കൊണ്ടിരിക്കുന്നതാണ്. അമൃതം എന്ന് പറഞ്ഞാൽ വെളുത്തിട്ടാന്ന് പറയും, അത് മധുരമുള്ളതാന്ന് പറയും, അത് ജരാതരങ്ങളില്ലാത്തതെന്ന് പറയും, മരണമില്ലാത്തതെന്ന് പറയും. അങ്ങനെയൊക്കെ സങ്കല്പങ്ങളുണ്ട്. അപ്പോ സാഹിത്യത്തിന് വേണ്ടത് അത് പിന്നെയും ആലോചിക്കാനും പിന്നെയും ചർച്ച ചെയ്യണം. ഇത് കോഴിക്കോട്ട് വളരെ സമൃദ്ധമായിട്ടുണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ടാണ് ഞങ്ങളൊക്കെ വളർന്നത്. ഇപ്പോൾ ആകാശവാണിയിൽ എനിക്ക് നേരെ കിട്ടുമ്പോൾ മുഴുവൻ വൈകുന്നേരം അങ്ങോട്ട് പോകും ആകാശവാണിയിൽ. കാരണം കൊടുങ്ങല്ലൂർ ഇറങ്ങാൻ നേരായ അദ്ദേഹത്തിന്റെ കൂടെ അങ്ങോട്ട് നടക്കും. ഞാൻ എത്രയോ കൊല്ലം അദ്ദേഹത്തിന്റെ പിന്നാലെ ഒരു ശിങ്കിരിയായിട്ട് നടന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ താമസിക്കുന്നത് NP ബോംബന്റെ വീടിനടുത്ത മുതിരക്കുള്ളിൽ ഞാൻ പഠിച്ചത്. ബോംബന്റെ കൂടെ രാവിലെ വൈകുന്നേരം നടക്കാൻ പോകും. ആകാശവാണിയിൽ ഇങ്ങനെ ഒരു അന്തരീക്ഷമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആ പേരുകളൊക്കെ ഇനി ആവർത്തിക്കാൻ എനിക്ക് ഇഷ്ടമുള്ള, പക്ഷേ സമയം ഉണ്ടാവില്ല. പിന്നെ മാതൃഭൂമിയിൽ ആരൊക്കെ? NP വിശ്വനായിരുന്നു, MT വാസുദേവനായിരുന്നു, ഏതാ പേരുകൾ, GN പങ്കെടുത്ത ഒരാളാണ്. NP ബോംബന്റെ വീട്ടിൽ ഗ്രാമമാഷ വീട്ടിലൊക്കെ. അതിൽ MGS നാരായണൻ, NP മുഹമ്മദ്, അക്കിത്ത്, രാമേന്ദ്രൻ മാഷ്. അവർക്ക് എന്ന് പറഞ്ഞാല് NP എഴുതിയ ഒരു കഥ കൊണ്ടുവന്നാൽ ഇവര് കൊത്തി കീറി നശിപ്പിച്ച് കയ്യിൽ കൊടുക്കും. അക്കിത്തത്തിന്റെ പുതിയ കവിതയാണെങ്കിൽ അങ്ങനെ തന്നെ, രാമേന്ദ്ര മാഷ കവിതയാണെങ്കിൽ അങ്ങനെ തന്നെ. അതൊക്കെ ശരിപ്പെടുത്തുക എന്നുള്ളതാണ്. അതൊക്കെ പിന്നീട് എഴുതിയിട്ട് നമ്മുടെ PM നാരായണൻ, ജോർജ് ഇരുമ്പ് ഒക്കെ അത് എഴുതിയിട്ട് പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മുഴുവനില്ല, കൊലായ ചർച്ചകൾ 2-3 പുസ്തകം. ഇങ്ങനെ ഒരു 10-25 കൊല്ലം ഈ ചർച്ചയിൽ ഒരിക്കലും എവിടെയും വരാത്ത ഒരാളെ കോഴിക്കോട്. അദ്ദേഹത്തിന്റെ പേര് MT വാസുദേവനായിരുന്നു, ഒറ്റയാണ്. അദ്ദേഹത്തെ NBS-ൽ ഞാൻ ഈ 50 കൊല്ലത്തിനിടയ്ക്ക് ഒരു തവണയൊക്കെ കണ്ടത്. ബഷീറിന്റെ വീട്ടിൽ ഒരിക്കലും ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ആകാശവാണിയിൽ ഞാൻ കണ്ടിട്ടില്ല. വേറെ എവിടെയും അളകാതെ ഇപ്പോഴൊരു കേന്ദ്രമായിരുന്നു. ചായ കുടിക്കുമ്പോൾ ഒരു വിഷയം ഞാൻ പറയാം. അവിടെ SK പൊറ്റക്കാട് സ്ഥലമായിട്ടുള്ള SK നാട്ടിലിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും വിദേശത്ത് യാത്ര പോയിട്ടില്ലാന്നല്ലെങ്കിൽ NBS ചെന്നാൽ SK അവിടെ ഉണ്ടാവും. ഇല്ലെങ്കിൽ ചായ കുടിക്കാൻ അളകാതെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ തിക്കോടിന് വലിയൊരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ, തിക്കോടിന്റെ കൂടെ എത്ര ആൾ എന്തൊക്കെ ചായ കുടിച്ചാലും അതിന്റെ പൈസ തിക്കോടി മാത്രമേ കൊടുക്കൂ. മറ്റൊന്നും ഒക്കെ ഹറാമാണ്, അദ്ദേഹത്തിന് മാത്രം ഹലാലാവും. അപ്പൊ നമ്മൾ ചോദിച്ചാൽ വേറൊരു ബില്ല് തരില്ല. അങ്ങനെ യുവക്കാത് പിന്നെ പുറത്ത് വരുന്ന ആൾക്കാരൊക്കെ ഇതിലേക്കാണ് ഇനിഷ്യേറ്റ് ചെയ്യപ്പെടുക. അപ്പോൾ അക്ബർ കഗറിൽ വരുന്നു, അല്ലെങ്കിൽ വേറെ
പുതിയ ആളുകൾ വരുന്നു. അപ്പോഴൊക്കെ അളകാപുരി, NPS, മാതൃഭൂമി, ആകാശവാണി ഇങ്ങനെ ഒരു ഇതാണ് കോഴിക്കോട്ടെ സാഹിത്യ അന്തരീക്ഷം ശരിക്കും നഷ്ടമായി പോയത്. MP എന്താ ചെയ്തിരുന്നത്? MP വളരെ ഒരു നിമിഷം കളയാതെ അദ്ദേഹം വായിക്കുകയും എഴുതുകയും ആലോചിക്കുക. അദ്ദേഹം ചർച്ച ചെയ്ത ആരോടാണ്? NP മോഹനോട് ചർച്ച ചെയ്യും, പിന്നെ പട്ടത്തൂരോട് ചർച്ച ചെയ്യും, പിന്നെ ആരോട് ചർച്ച ചെയ്തു? പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഒരാള്, തീരെ ഉണ്ടാത്ത ഒരാളാണ് അരവിന്ദൻ. ചെറിയ മനുഷ്യൻ ബലിരോഗം മരിക്കടുത്തൊരു കാലം അദ്ദേഹം എപ്പോഴെങ്കിലും വായ തുറന്ന്, ഞാൻ കണ്ടിട്ടില്ല, ഇതിന്റെ ശബ്ദം ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ അദ്ദേഹം കൂട്ടുകാരോട് പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ അങ്ങനെ ഇവിടെ പുതിയ സിനിമകളുണ്ടാവും, പുതിയ സാഹിത്യം ഉണ്ടാവും. പിന്നെ GN പിള്ളയ്ക്ക് ചുറ്റും പിന്നീട് അദ്ദേഹം മാധവന് രാജിവെച്ചിട്ട് ശിവഗിരിയുടെ അവിടെ അദ്ദേഹത്തിന് ചുറ്റും ഒരു വലിയ സദസ്സുണ്ടായിരുന്നു. അവിടുന്ന് ആദ്യം ഒരു മാസിക ഉണ്ടായിരുന്നു, സാഹിത്യ നിരൂപണം എന്ന മാസികയുടെ പേര്. അങ്ങനെ ഒരുപാട് പിന്നെ കോളേജുകളിലൊക്കെ ഉള്ള ആളുകൾ, ഇപ്പോൾ ആർട്സ് കോളേജിലായിരുന്നു അന്ന് NN നമ്പൂരിയും ജോർജ് ബേക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറച്ചു കാലം കേട്ടോ, നിങ്ങൾ എത്ര പേർക്ക് അറിയാൻ എനിക്ക് അറിഞ്ഞൂടാ, OV വിജയൻ ഇവിടെ മലബാർ ക്രിസ്ത്യൻ കോളേജിലെ അധ്യാപകനായി കുറച്ചു കാലത്തേക്കാണ്. അങ്ങനെ ഒരുപടി ആളുകൾ MGS യൂണിവേഴ്സിറ്റിയിൽ വരുന്നതിന് മുമ്പ് ഇവിടെ ആയിരുന്നു. അഴീക്കോട് മാഷ് ദേവേരി കോളേജിൽ കൊള്ളക്കാരൻ ഉണ്ടായിരുന്നു. അഴീക്കോട് മാഷ് സെന്റ് അലൂഷ്യസ് കോളേജിൽ മംഗലാപുരത്ത് നിന്ന്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ അവിടെ സെന്റ് ആഗ്നസ് കോളേജിൽ മലയാളം അധ്യാപകനായിരുന്നു. മകൻ സെന്റ് അലൂഷ്യസ് അദ്ദേഹം ഇവിടെ ദേവേരിയിലേക്കാണ് വന്നത്. ദേവേരി നിന്നാണ് പിന്നെ മൂത്തൊന്നത്ത് പോയി അവിടെ നിന്നാണ് യൂണിവേഴ്സിറ്റിയിലൊക്കെ വന്നത്. അപ്പോൾ വലിയൊരു ഇന്നിപ്പോൾ സാഹിത്യ നഗരം എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ദേഷ്യം വരുന്ന ഞാൻ ചോദിക്കട്ടെ, ഈ സദസ്സിൽ എത്ര ചെറുപ്പക്കാരുണ്ട്? ഈ സദസ്സിന്റെ ആവറേജ് വയസ്സ് 50 എനിക്ക് തോന്നുന്നു. സ്ത്രീകൾ എന്നോട് ക്ഷമിക്കട്ടെ, കാരണം അവർക്ക് പ്രായം പറയുന്നത് വലിയ ബുദ്ധിമുട്ടായി. അപ്പോ ഫുട്ബോളിനോടും സംഗീതത്തോടും കാണിച്ചിരുന്ന ഒട്ടും കുറയാത്ത താല്പര്യം സാഹിത്യത്തിനടുത്ത് പുസ്തകത്തിൽ കണ്ടല്ലേ പറഞ്ഞു. ഞാൻ ഈ ജീവിച്ച അതായത് ഇവിടെയൊക്കെ ചെറിയ ഉദാഹരണം പറയും, സിനിമയുടെ കാര്യം പറയുമ്പോൾ ചെലവൂർ വേണുവിന്റെ അശ്വിനി ഫിലിം സൊസൈറ്റി കേരളത്തിൽ പുതിയ ചലച്ചിത്ര ബോധം ഉണ്ടാക്കിയ ഒരു വലിയ പങ്ക് വഹിച്ച ഒരാളാണ് വേണു. വിശ്വസിച്ചോളൂ, സത്യജിത്രയുടെ ഫിലിം ഫെസ്റ്റിവൽ ലോകത്താദ്യം നടന്നത് കൽക്കട്ടയിലല്ല, കാലിക്കറ്റിലാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞങ്ങൾ MA പഠിക്കുമ്പോൾ പുഷ്പ തിയേറ്ററിൽ 7 ദിവസം, അതുവരെയുള്ള 74 വരെയുള്ള സത്യജിത്രയുടെ പടങ്ങൾ. അങ്ങനെയാണ് ഞങ്ങളൊക്കെ ബത്തേർ പഞ്ചാലി അമൃത് സൻസാറും ഒക്കെ കണ്ടത്. കാവിലെല്ലാം തുടങ്ങിയ സത്യജിത്രയ്ക്ക് ഓർമ്മ ഉണ്ടായിരുന്ന ഒരു കാര്യം, ഇത് തൻ്റെ ഒരു ഫിലിം ഫെസ്റ്റിവൽ ആദ്യം നടത്തിയ കാലിക്കറ്റിലാണ്. ആ അളവിൽ എല്ലാ കാര്യങ്ങളിലും അങ്ങനെ മുന്നിൽ നിൽക്കുന്ന ഒരു പരിപാടി വളരെ ബോധപൂർവമല്ല, അതിൻ്റെ സ്വഭാവം കൊണ്ട് അങ്ങനെയാണ് എപ്പോഴും. അപ്പൊ ഇപ്പോ നമ്മൾ സാഹിത്യ നഗര പദവി, അപ്പോൾ അതിന് എന്തൊക്കെയാണ് എൻ്റെ സൗകര്യം എനിക്ക് അറിഞ്ഞത്. ഇവിടെ എന്താ ഇല്ലാത്തത് തന്നെയാണ് ആലോചിച്ചത്. ഇപ്പോ പുസ്തകങ്ങൾക്കൊരു വിട്ടു വന്നിട്ടുണ്ട്. പുസ്തകങ്ങൾ, പുതിയ ചെറുപ്പക്കാരുടെ പുസ്തകങ്ങൾ ലക്ഷക്കണക്കിന് കോപ്പി വിൽക്കുന്നതിന്റെ റിപ്പോർട്ട് നമുക്ക് അതൊന്നും കളവല്ല, ഞാൻ അന്വേഷിച്ചിട്ട് വെറുതെ പറയുന്നതല്ല. 1 ലക്ഷം, 1.5 ലക്ഷം, 2 ലക്ഷം ഒക്കെ കോപ്പി പോകുന്നുണ്ട്. വായിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് തീർച്ചയായിട്ടും പറയാൻ പറ്റില്ല എന്നോ. പിന്നെ നമുക്ക് ലൈബ്രറികളുണ്ട്, ഒരുപാട് പ്രസാധകർ. കോഴിക്കോട് എത്രയാണ് പ്രസാധകർ, എറണാകുളത്ത് എത്രയാണ്. ഇപ്പൊ ഏത് എഴുത്തുകാരിയും ഒരു പ്രസാധകരോ ആണ്. അപ്പോ ഇപ്പോ കേരളത്തിൽ നഷ്ടപ്പെടുന്ന ഒരു സാധനം എൻ്റെ കണക്കിന് സാഹിത്യ ചർച്ച ഇതല്ല. ഇതിന് ചർച്ച എന്ന് പറയും. ഇപ്പൊ ഞാനിവിടെ പറഞ്ഞ നിങ്ങൾ കേട്ടിട്ട് പോയി കഴിഞ്ഞു. അതിപ്പോ രാഷ്ട്രീയ പ്രസംഗം മാതിരി, അല്ലെ മതപ്രസംഗം മാതിരി എത്രയേ ഉള്ളൂ. പള്ളിയിൽ അച്ഛൻ പ്രസംഗില്ല, മുസ്ലിം പ്രസംഗിക്കുന്നു, അല്ലെങ്കിൽ അമ്പലത്തിൽ ഏതെങ്കിലും ഒരു സന്യാസി സംസാരിക്കുന്നു, കേട്ടിരിക്കും. മറ്റങ്ങനെയില്ല. മറ്റത് വളരെ അനൗപചാരികം, ഇൻഫോർമലാണ്. അത് നോവലിനെ പറ്റി, കഥയെ പറ്റി തർക്കമൊക്കെ ഉണ്ടാവും. കൊലായ്ക്കൊക്കെ ഉണ്ടായിരുന്ന ഗുണം അതാണ്. സാഹിത്യം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. സാഹിത്യം എപ്പോഴും നിങ്ങൾ
അത് വായിച്ചത് നിങ്ങൾ വീണ്ടും ആലോചിച്ച്, അതാണ് ആലോചനാമൃതം, ആലോചിക്കുന്നതോടും അമൃതമായിക്കൊണ്ടിരിക്കുന്നത്, അതിന് മരണമില്ല. അങ്ങനെ ഒരു അന്തരീക്ഷം ഇപ്പോഴുണ്ടോ? കോളേജുകളിലുണ്ട്. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പോൾ കുമാരപ്പള്ളി ഇല്ല, ഞാൻ കുമാരപ്പള്ളി പഠിച്ച ഗുരുവായൂർ കോളേജിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു വേദി ഉണ്ടായിരുന്നു, സാഹിത്യ രംഗം എന്ന് പറഞ്ഞിട്ട്. എസ് സുന്ദരദാസ് ആയിരുന്നു പ്രസിഡന്റ്, സെക്രട്ടറി ആയിരുന്നു UK കുമാരൻ, ഞാൻ എൻ്റെ ഗജാജിയായിരുന്നു. ഞങ്ങൾ 3-4 കൊല്ലം അവിടെ അങ്ങനെ ചർച്ച നടത്തി. നാട്ടുകാരുടെ കാര്യങ്ങളൊക്കെയാണ്. കാരണം അന്ന് ആധുനികത വന്ന് പറഞ്ഞ കാലാണ്, മോഡേൺ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ അന്ന് ഞങ്ങൾക്കൊക്കെ രാഷ്ട്രീയം, മതം എല്ലാം മോഡേൺ ലിറ്ററേച്ചറാണ്. കാരണം OV വിജയനാണ് ഞങ്ങളുടെ വലിയ ഒരു നായകൻ, പിന്നെ വേറൊരാൾ ആനന്ദാണ്, പിന്നെ കാക്കനാട്, മാധവിക്കുട്ടി, കുഞ്ഞബ്ദുല്ല തുടങ്ങിയുള്ള എല്ലാവരും. അപ്പൊ അവർക്കൊക്കെ വേണ്ടി ഞങ്ങളുടെ ഗുരുനാഥന്മാർക്ക് ഇതിനെതിരാണ്. ഖസാക്കിൻ ഇതിഹാസത്തിനെതിരായിട്ട് ചേരപ്രമാഷ ഒരു ലേഖനം എഴുതിയപ്പോൾ ഞങ്ങളൊക്കെ ബഹളുണ്ടാക്കി എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോ ഫാറൂഖ് കോളേജിൽ ഒരു വലിയ സാഹിത്യ ചർച്ചാ ക്യാമ്പ് 2-3 ദിവസം. ഞാൻ അവിടുന്നാണ് ആദ്യമായിട്ട് PN ദാസ മാഷെ കണ്ടത്. അന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കുഞ്ഞിനി മാഷ് അവിടുത്തെ 3 ദിവസം അവിടെ ഉണ്ടായിരുന്നു. കുഞ്ഞിനി മാഷ്, അപ്പോൾ കുഞ്ഞിനി മാഷ് ഞങ്ങൾക്ക് പാടി തന്നിട്ടാണ് ഞാൻ അക്കിത്തത്തിന്റെ കണ്ടവരുണ്ടോ എന്നുള്ള കവിത, കാളി എന്നുള്ള കവിത കേൾക്കുന്നത്. അപ്പൊ അന്ന് അങ്ങനെ ഇപ്പോ 69 ഇവിടെ സാഹിത്യ സമിതി, അതിപ്പോ ഇവിടെ ഉണ്ടോ, സാഹിത്യത്തിന്റെ ഒരു ക്യാമ്പ് നടത്തി മുക്കത്ത്. അന്നിപ്പോ സാഹിത്യകാരന്മാരെ കാണാൻ പ്രധാനപ്പെട്ട വഴി ക്യാമ്പാണ്. പിന്നെ വേറെ നിന്നത് സാഹിത്യ പരിഷത്താണ്, സമസ്ത കേരള സാഹിത്യ പരിഷത്ത്. അത് കൊല്ലത്തിൽ അതിന്റെ വാർഷികം നടന്നത് വലിയൊരു സാഹിത്യ സംഭവമായിരുന്നു കേരളത്തിൽ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 3 പരിഷത്ത് ഞാൻ പൂർണ്ണമായി പങ്കെടുത്തു. 1973 പരിഷത്ത് കോഴിക്കോട്ട് ഈ CSI കത്തിലാണ് ഉദ്ഘാടനം ചെയ്താരാണ് അന്നത്തെ രാഷ്ട്രപതി TV ഗിരി. പിന്നെ 74 കാസർഗോഡ് പരിഷത്ത്, 75 കൊടുങ്ങല്ലൂർ പരിഷത്ത്. അപ്പോഴേക്ക് കേരളത്തിൽ ഒരുമാതിരി സാഹിത്യകാരന്മാരൊക്കെ ഞങ്ങളൊക്കെ കണ്ടു തീർന്നു. എടശ്ശേരിയെ കാണും, അല്ലെങ്കിൽ വൈലോപ്പിള്ളിയെ കാണും, ഇവരൊക്കെ ഞാൻ കണ്ടത്. എനിക്ക് വളരെ പ്രിയപ്പെട്ട, എനിക്കത് അങ്ങനെ അടുക്കാൻ ധൈര്യം ഉണ്ടായില്ല വൈലോപ്പിള്ളിയുടെ അടുത്തേക്ക്. കുഞ്ഞിരാമനാർ പിന്നെ ഇടയ്ക്ക് യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്, കാണാം. അങ്ങനെ വലിയ ഇപ്പൊ മാധവിക്കുട്ടി അവര് ഇവിടെ കോഴിക്കോട് പരിഷത്തിൽ അവർ വന്നപ്പോൾ ഭയങ്കരമായിരുന്നു. അവരന്ന് ഈ എൻ്റെ കഥ എഴുതി കഴിഞ്ഞ സമയത്താണ് കേട്ടോ. എൻ്റെ കഥയ്ക്ക് എന്തൊരു ഭൂകമ്പമായിട്ടാണ് ഒന്ന് നനച്ചില്ല. മലയാള നാട് ചെറിയ ഈ പുസ്തകത്തിലെ മറ്റുള്ള ഒരു വീട്ടിലാണത്. എൻ്റെ കഥ അതിൽ വന്നപ്പോൾ അത് കയ്യിൽ പിടിക്കുന്നത് ഒരു മാനക്കേടാണ്, അത് വീട്ടിൽ റിസപ്ഷൻ റൂമിൽ വെക്കുന്നത് മാനക്കേടാണ് എന്ന് അന്ന് മലയാളികൾക്ക് തോന്നിയിരുന്നു. ഞാൻ സാഹിത്യം മാറുന്നതിന് ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോ വലിയ ഒരു അശ്ലീലമായിട്ട് സാഹിത്യത്തിൽ ഉണ്ടായിരുന്നതാണ് ആർത്തവ രക്തം. അതെങ്ങനെയാ വന്നു വെച്ചാൽ ഖസാക്കിന്റെ ഇതിഹാസം അച്ചടിച്ചു വിടുക, മാതൃഭൂമി അടിച്ചുകൊടുക്കുന്നത്. അപ്പൊ കുഞ്ഞാമന ഒരു കുന്നുംപുറത്തേക്ക് ടൂർ പോകും. അപ്പൊ അവിടെ വെച്ചിട്ടാണ് അവള് വയസ്സറിയിക്കുന്നത്. അപ്പൊ രക്തം ഇങ്ങനെ കല്ലിലും കരിയിലൊക്കെ വീണതിന്റെ വളരെ മനോഹരമായ ചിത്രീകരണം ഖസാക്കിലുണ്ട്. ഇത് വന്നപ്പോ ശിവനിക്ക് ഓർമ്മയുണ്ടാവും, വലിയ ബഹളമായിരുന്നു. മാതൃഭൂമി ആഴ്ചപ്പതിപ്പാണ് ചെയ്യുന്ന വെച്ചിട്ട് ഭയങ്കര ബഹളം. എന്താണ് ആർത്തവ രക്തത്തെ പറ്റി എഴുതി മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്, ഇനി എന്ത് പറയാനാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ചെറുപ്പക്കാരൊക്കെ ആധുനിക സാഹിത്യത്തിന്റെ ആൾക്കാരൊക്കെ അതിന് അനുകൂലമായിട്ട്. അപ്പൊ നേരത്തെ തന്നെ ബഷീറിനെ പറ്റി വലിയ പരാതിയുണ്ട്. എന്താ പരാതി? അദ്ദേഹം 47 ശബ്ദങ്ങൾ എന്നൊരു നോവൽ എഴുതി. അത് മുഴുവൻ തെറിയാണ്. അതിനൊരു അദ്ദേഹത്തിന്റെ പേര് ആൺവേശ്യ. അതിൽ ബോംബെയിലെ എന്നാണ്, ബോംബെ നമ്മൾ ഊഹിക്കുകയാണ്, അങ്ങനെ ബോംബെ എന്ന് പറഞ്ഞില്ല, തെരുവിലെ പല ജീവിതം അദ്ദേഹം ചിത്രീകരിക്കും. അതാണ് അന്ന് കൃഷ്ണനായ മാഷ് എഴുതിയത്. നിരൂപണമാണ്. ശബ്ദങ്ങൾ നോവലാണെങ്കിൽ കൊടുങ്ങല്ലൂർ ഭരണപ്പാട്ടി സാഹിത്യമാണ്, ഞാൻ മഹാത്മാഗാന്ധിയാണ്. അത്രയധികം കൃഷ്ണനായ മാഷ് എന്ന് പറഞ്ഞാൽ വളരെ സൗമ്യനായ ഒരു നിരൂപകനാണ്. അദ്ദേഹത്തെ പോലും അങ്ങനെ പ്രകോപിപ്പിച്ചു. അപ്പോ ആണുങ്ങളുടെ സ്വർഗരീതിയെ പറ്റിയൊക്കെ സാഹിത്യത്തിൽ എഴുതാം എന്ന് അത് ഹലാലാക്കിയത് ബഷീറാണ്. ബഷീറിന്റെ വാക്കുകളൊക്കെ അങ്ങനെയാണ്. ബഷീർ മൂല എന്ന് മാത്രമേ എഴുതൂ. വലിയ പ്രശ്നമായി.
വിടാൻ എഴുതിയത്. അങ്ങനെ പ്രശ്നമായി. 1959 ബഷീറിന്റെ പ്രിയ സുഹൃത്ത് ജോസഫ് പൊണ്ടശ്ശേരി ഈ ഇന്റുപ്പുബാക്കർ ആരുണ്ടാവുന്നു എന്നുള്ള പുസ്തകം ടെക്സ്റ്റ് ബുക്ക് ആക്കി. ടെക്സ്റ്റ് ബുക്ക് ആക്കിയപ്പോ സഭയിൽ വലിയ പ്രശ്നമാണ്. നിയമസഭയിൽ ഭയങ്കര കോലാഹലം. ആരൊക്കെയാണ് എതിര്? കമ്മ്യൂണിസ്റ്റുകാരെതിര്. കമ്മ്യൂണിസ്റ്റുകാരെ വന്നത് മുണ്ടശ്ശേരി പാർട്ടി മെമ്പറല്ല, അദ്ദേഹം പാർട്ടി അനുഭാവി. പിന്നെ കോൺഗ്രസ്സുകാരെതിര്, ഒരു പ്രതിപക്ഷത്താണ്. മുസ്ലിം ലീഗുകാരെതിര്, എല്ലാവരും എതിര്. അതെന്തുകൊണ്ടാണ് എതിരായതെന്ന് CH പിന്നെ വിശദീകരിക്കും. CH പൊതുവെ പറഞ്ഞു, ഇന്റുപ്പൂപ്പ ടെക്സ്റ്റ് ആക്കുന്നതിനെ ഞങ്ങളൊക്കെ എതിർത്തു. ആരൊക്കെ എതിർത്തു? കമ്മ്യൂണിസ്റ്റുകാർ എതിർത്തു. എന്താ കാരണം? അവർ ആ പുസ്തകം വായിച്ചു, അവർക്കത് മനസ്സിലായി, അവരതിനെ എതിർത്തു. കോൺഗ്രസ്സുകാർ എതിർത്തു. എന്താ കാരണം? അവർ ആ പുസ്തകം വായിച്ചു, അവർക്കത് മനസ്സിലായില്ല. മുസ്ലിം ലീഗുകാർ എതിർത്തു. എന്താ കാരണം? അവർ ആ പുസ്തകം വായിച്ചിട്ടില്ല. അപ്പൊ ഗവൺമെന്റിന് ഒരു പ്രശ്നം പറ്റി. എന്താ? ഈ മുല എന്നുള്ള വാക്ക് ക്ലാസ്സിൽ ഒരു വായിക്കൊണ്ടിരുന്ന കുട്ടിക്ക് അത് പറ്റില്ല. അപ്പൊ ബഷീറിനെതിരായിരുന്നു. ബഷീർ ടെക്സ്റ്റ് ഉണ്ടാക്കുന്നതിനെതിരായിരുന്നു. ബഷീർ പറഞ്ഞത് ഇല്ലാതെ ബഷീർ അത് കുറ്റാണ്ടാണ്. അപ്പം മുല എന്നുള്ള വാക്ക് മാറ്റി ഗവൺമെന്റ് അടിച്ച കോപ്പി. അപ്പൊ ബഷീറിന്റെ ബുക്ക് സ്റ്റാളിൽ 2 ബുക്കുണ്ട്. മുലയുള്ളതിന് 1.25 രൂപ, മുലയില്ല 1 രൂപ. ബഷീറിനോടാ കളിക്കുന്നത്. ഒരു ഘട്ടത്തിൽ അദ്ദേഹം എഴുതി, സ്ഥനം എന്നോ ഭുജം എന്നോ എഴുതാൻ അറിയാത്തത് കൊണ്ടല്ല ഞാൻ മുല എന്ന് എഴുതുന്നത്. ആ 2 സംസ്കൃത വാക്ക് അറിയാത്ത ആളല്ല ബഷീർ. അദ്ദേഹം പറയാണ്, സ്ഥനം എന്നോ ഭുജം എന്നോ എഴുതാൻ അറിയാത്തത് കൊണ്ടല്ല ഞാൻ മുല എന്ന് എഴുതുന്നു. പിന്നെ ആർത്തവനത്തിന്റെ പ്രശ്നം അവിടെ നിന്നത്. എന്റെ കഥയിലെ മാധവിക്കുട്ടി അവര് ഋതുമതിയായതിന്റെ കഥ ഒരു ചാപ്റ്റർ മുഴുവൻ വിസ്തരിച്ചെഴുതും. അവർ സ്ത്രീയാണ്, അതോടെ തീർന്നു. അന്നത്തെ സാഹിത്യത്തെ പറ്റി ഇവിടെ കോഴിക്കോട് പ്രധാനപ്പെട്ട ഒരു കോലാഹലം വെച്ചാൽ സാഹിത്യകാരൻ കൂലിക സ്വന്തം ജീവരക്തത്തിൽ മുക്കണം എന്നാണ് നമ്മൾ പണ്ടേ പറയാറുള്ളത്. ഇവിടുത്തെ പുതിയ സാഹിത്യകാരന്മാര് ആർത്തവരക്തത്തിൽ മുക്കിയെന്നാണ്. ഈ ശ്ലീലാശ്ലീലങ്ങളൊക്കെ എത്രയേ ഉള്ളൂ. അത് ഓരോ കാലം കഴിയുമ്പോൾ കഴിഞ്ഞു പോകും. ഓരോ കാലത്തിന്റെ അങ്ങനെ കഴിഞ്ഞു പോകും. ഇപ്പോ ഉപയോഗിക്കുന്ന വാക്കുകളൊന്നും ഒരാളും ഉപയോഗിക്കാത്ത വാക്കുകൾ ഇപ്പോൾ ആൾക്കാർ ഉപയോഗിക്കുന്നു. അതിപ്പോ എനിക്ക് പറയാൻ ധൈര്യമില്ല. അങ്ങനെ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമെങ്കിൽ ആലോചിക്കാം, ഇല്ലെങ്കിൽ ആലോചിക്കണ്ട. അപ്പോ ഈ ചർച്ച ഞാൻ പറയുന്നത്, ഇങ്ങനെ നമ്മുടെ ഭക്ഷണം കഴിക്കുമ്പോഴും സിനിമയ്ക്ക് പോകുമ്പോഴും കല്യാണപ്പന്തലിലും ട്രെയിനിലും ബസ്സിലും ഒക്കെ ഞങ്ങൾ അന്ന് വേറൊന്നുണ്ട്. ആധുനിക സാഹിത്യം വെല്ലുവിളിച്ച ആരെയാണ്? പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തെയാണ് വെല്ലുവിളിച്ചത്. പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ സാഹിത്യ സങ്കല്പങ്ങളൊക്കെ യാന്ത്രികമാണ് എന്നതിനെതിരായിട്ട് വന്ന ഒരു പ്രസ്ഥാനമാണ് ആധുനികത. പിന്നീടാണ് ഉത്തരാധുനികത വരുമ്പോഴേക്കും ഇപ്പോ ആധുനികത 70, 80, 90 കൂടി വന്നു. 90ഓട് കൂടി ഉത്തരാധുനികമായി. അപ്പോഴേക്കും ഞാനൊക്കെ ഔട്ട്ഡേറ്റഡ് ആയിട്ടോ. എന്നോട് എവിടെയൊക്കെ ചെല്ലുമ്പോൾ ആലോചിക്കും, പക്ഷേ രാം ജോസഫ് ആനന്ദിയെ പറ്റി എന്താ അഭിപ്രായം? ഞാൻ പറഞ്ഞു, ഞാനത് വായിച്ചിട്ടില്ല, എനിക്കിതൊന്നും മനസ്സിലാവില്ല. കാരണം ഞങ്ങള് പഴയ കാലത്തെ ചന്തുമേനോ, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ തകഴി, ദേവ്, ബഷീർ, പൊൻകുന്നം വർക്കി, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് MT വാസുദേവൻ, പത്മനാഭൻ, പിന്നെ കുറച്ചുകൂടി ഇങ്ങോട്ട് കാക്കനാട് മുകുന്ദൻ, മാധവിക്കുട്ടി, വെറുതെ കുഞ്ഞത്തില്ല. പിന്നെ വന്ന് വരുമ്പോഴേക്ക് കാലബദ്ധമാണ്. കാര്യം സാഹിത്യത്തിന്റെ വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് അത് കാലബദ്ധമാണ്, കാലാതീതമായി തീരും സാഹിത്യം. ഇപ്പൊ കാളിദാസൻ എല്ലാ കാലത്തും എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് വലിയ എഴുത്തുകാരൻ. കാളിദാസന്റെ കാലത്തെ പറ്റി തർക്കമുണ്ട്. എന്തായാലും 12,000 കൊല്ലം മുമ്പാന്നതിനെ പറ്റി തർക്കമൊന്നുമില്ല. ഇപ്പോ രാമായണം എന്നാ എഴുതിയത് അത് ഇന്നും അപ് ടു ഡേറ്റ് ആണ്. മഹാഭാരതം അത് അപ് ടു ഡേറ്റ് ആണ്. അങ്ങനെ പുതിയുണ്ടാവും. ഷേക്സ്പിയർ 14ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മരിച്ചുപോയി, ഇപ്പോഴും അപ് ടു ഡേറ്റ് ആണ്. ഇപ്പോഴും ഷേക്സ്പിയറിന്റെ കാലത്ത് കളിച്ച അതേമാതിരി നാടകം അതേമാതിരി അവിടെ ലണ്ടനിൽ കളിക്കുന്നില്ല. ഇവിടെ നാടകത്തിന്റെ വലിയ പുതിയ തിയേറ്റർ വന്നിട്ടുണ്ട്. എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് കാരണം അവനവൻ കടമ്പ എന്നുള്ള നാടകം, അല്ലെങ്കിൽ ഭഗവത യുഗം എന്നുള്ള നാടകം. അതിനൊക്കെ അഭിനയിക്കുന്ന ആരെന്നറിയും. പിന്നീട് സിനിമാ നടന്മാരായും അതിപ്രസിദ്ധന്മാരായി തീർന്ന ഭരത് ഗോപി, നെടുമുടി വീട് തുടങ്ങിയ ആളുകളാണ്. ഒക്കെ ഇവിടെ തളിയിൽ കാണിച്ചത്. അപ്പോ പറഞ്ഞൊരു കാര്യം, ഈ തരത്തിൽ ചെറുപ്പക്കാരുടെയും ചെറുപ്പക്കാരികളുടെയും മധ്യവയസ്കരുടെയും വൃദ്ധന്മാരുടെയും ഒരുപോലെ
നിത്യ ചർച്ചാ വിഷയമായിട്ട്. അതിൽ രാഷ്ട്രീയം വരും, തീർച്ചയായിട്ടും രാഷ്ട്രീയം വരും, അതിൽ മതം വരും, പിന്നെ അതിൽ ഈ തരത്തിലുള്ള സാഹിത്യം എന്തിനു വേണ്ടിയാണ്? പഴയ കാലത്ത് ഞങ്ങളൊക്കെ വരുമ്പോഴുള്ള തർക്കമാണ് സാഹിത്യം, കലയ്ക്ക് വേണ്ടിയും ജീവിതത്തിന് വേണ്ടിയും തർക്കമാണ്. അപ്പൊ അത് ജീവിതത്തിന് വേണ്ടിയാണ് പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട. അതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ടായിരുന്നു, ഒരുപാട് ഉപദ്രവം ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ അതൊക്കെ അവര് തന്നെ ഏതാണ്ട് മറന്നു. എന്നാലും പേരിനൊക്കെ ഉണ്ടാവും, കാരണം പാർട്ടി നിലനിൽക്കുമ്പോൾ ഉണ്ടാവും. അങ്ങനെ ഒരു ജീവൻ സാഹിത്യ സംഘം കൊണ്ട് 1930 ആരംഭിച്ചത്. പിന്നെയാണ് പുരോഗമന സാഹിത്യ പ്രസ്ഥാനമായത്. അതിന്റെ ചരിത്രം നമ്മുടെ MRC എഴുതിയിട്ടുണ്ട്, MRC കൊട്ടക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ എന്റെ ചോദ്യം, എന്റെ പ്രശ്നം ഈ തരത്തിൽ ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ഒരു ജീവൻ പ്രശ്നമായിട്ട് മാറുന്ന തരത്തിൽ ഇത് ചർച്ചാ പ്രമേയമാവുന്നു. ഇപ്പൊ ഫുട്ബോളോ ക്രിക്കറ്റോ രാഷ്ട്രീയമോ മതമോ ചർച്ച ചെയ്യുന്നത് ചരക്ക് മതമാണ്. അതിലൊക്കെ വരുന്നത് വെറുപ്പിന്റെ ഒരു സംഗതി. ഇത് സാഹിത്യം അങ്ങനെയല്ല, ഇത് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ഒരു സാധനമാണ് വാസ്തവത്തിൽ കല എന്ന് പറയാം. അതിൽ ഏറ്റവും വലിയ കല സംഗീതമാണെന്ന്. ഇന്ത്യയിലെ മതേതര ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്ന സംഗീതം, ഹിന്ദുസ്ഥാനി സംഗീതം. നിങ്ങൾക്ക് മുഹമ്മദ് റഫി പാടുമ്പോൾ അല്ലെങ്കിൽ ബിസ്മില്ലാ ഖാന്റെ സംഗീതം ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് ജാതി പോകുന്ന ആലോചിക്കാൻ പറ്റില്ല, അങ്ങനെ സംഗതിയില്ല. ഇപ്പോ പലരും വിചാരം ഈ കലകളൊന്നും തിരിയാത്ത ഒരാളാണ് ഗാന്ധി. അദ്ദേഹത്തിന്റെ ആത്മകഥയിലുള്ള ഒരു വാക്യം എൻ്റെ ജീവിതത്തിലെ വളരെ പ്രിയപ്പെട്ട ഒരു സംഗതി ബംഗാളി സംഗീതമാണെന്ന്. അപ്പൊ MS സുബ്ബലക്ഷ്മിക്ക് അദ്ദേഹം ഒരു കത്തയച്ചു. ഇന്ന ഭജൻസ് ഒക്കെ ഒന്ന് പാടിക്കെട്ടാൽ കൊള്ളാം, റെക്കോർഡ് ചെയ്താൽ കൊള്ളാം. അപ്പം മഹാത്മാഗാന്ധിയുടെ കത്തല്ലേ, അദ്ദേഹം അവരുടെ ഭർത്താവ് പരിഗണിച്ച ഒരു കത്ത് എഴുതി. പിന്നെ മഹാത്മജി അത് പ്രാക്ടീസ് ചെയ്യാൻ, സാധനം ചെയ്യാൻ 2-3 മാസം സുബ്ബലക്ഷ്മിക്ക് വേണം. അപ്പൊ ഗാന്ധി മറുപടി അയച്ചു, സുബ്ബലക്ഷ്മി പാടണ്ട, അവരുടെ ശബ്ദത്തിൽ അത് പറഞ്ഞാൽ മതി, അവരുടെ ശബ്ദത്തിൽ അത് പറഞ്ഞാൽ മതി. ഇതൊക്കെ ആയിരുന്നു ഇവിടുത്തെ രാഷ്ട്രീയവും സാഹിത്യവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. MS സുബ്ബലക്ഷ്മിയുടെ ഒരു പരിപാടി കഴിഞ്ഞിട്ട് അന്നത്തെ പ്രധാനമന്ത്രി കേട്ടോ, നമ്മൾ മറക്കാൻ ഇഷ്ടപ്പെടുന്ന, സംസ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ മനുഷ്യൻ ജവഹർലാൽ നെഹ്റു അവരോട് പറഞ്ഞത്, അങ്ങ് സംഗീത സാമ്രാജ്യത്തിലെ ചക്രവർത്തിനിയാണ്, ഞാൻ വെറും ഒരു പ്രധാനമന്ത്രി. ഗാന്ധി പ്രസിഡന്റ് ആയതിന്റെ അടുത്ത കൊല്ലം 24 പ്രസിഡന്റ്, 25 കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുന്നത് ഒരു എഴുത്തുകാരിയാണ്. ആരാത്? സരോജിനി. ഇന്നിപ്പോ നിങ്ങൾ ആലോചിക്കുക, സാഹിത്യത്തിന് നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ വലിയ സ്ഥാനമുണ്ടോ? ഇത് പുസ്തകം നോക്കി വായിക്കൊന്നും വേണ്ട, നമ്മൾ ആലോചിച്ചാൽ മതി. ഇപ്പൊ ഇവിടെ MTക്ക് വലിയ സ്ഥാനം ഉണ്ടായി. എന്താ കാരണം അതേ സിനിമയിലുണ്ടായിരുന്നു, പത്രത്തിലുണ്ടായിരുന്നു. നേരത്തെ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ നമുക്ക് ചില കവികളുണ്ടായിരുന്നു, ആ പേരെല്ലാവർക്കും അറിയാം. കുമാരനാശാൻ, വള്ളത്തോൾ, ഉള്ളൂര്. ആരാ ഉള്ളൂര്? ഉള്ളൂര് സ്റ്റേറ്റ് സെക്രട്ടറിയാണ്, തിരുവിതാംകൂർ സ്റ്റേറ്റിന്റെ സെക്രട്ടറിയാണ് ഉള്ളൂര്. ഉള്ളൂരാണ് ക്ഷേത്രപ്രവേശനോടത്തിന് ടെക്സ്റ്റ് എഴുതിയത്. കുമാരനാശാൻ ആരാ? അദ്ദേഹം SNDPയുടെ സ്ഥാപക സെക്രട്ടറിയാണ്, 16 കൊല്ലം സെക്രട്ടറിയാണ്, ശ്രീമൂല സഭയിലെ മെമ്പറാണ് അദ്ദേഹം, വിവേകാനന്ദത്തിന്റെ പത്രാധിപരാണ്. പിന്നെ ഇവിടെ വടക്ക് മലബാറിൽ വള്ളത്തോട്, ഗാന്ധിക്ക് നെഹ്റുവിനൊക്കെ അറിയുന്ന ഒരാളാ വള്ളത്തോട്. അത്ര വലിയ എഴുത്തുകാരുടെ പാരമ്പര്യമുള്ള ഒരു നാടാണ് കേരളം എന്ന് പറയുന്നത്. വള്ളത്തോട് കണ്ടപ്പോ ഗാന്ധി ആദ്യം ചോദിച്ചു, നിങ്ങള് നൂല് നോക്കാറുണ്ടോ? വള്ളത്തോട് സത്യം പറഞ്ഞില്ല. അപ്പൊ ഇതേ ചോദ്യം ടാഗോറോട് ചോദിച്ചു, ടാഗോർ ഇല്ല പറഞ്ഞു. അപ്പൊ ഗാന്ധി ചോദിച്ചു, ഇതെന്താ മഹാകവികളൊക്കെ എങ്ങനെയാണ് കേട്ടോ? ഒരു സാഹിത്യകാരനുള്ള ആത്മാഭിമാനത്തിന്റെ ഒരു രംഗം ഞാൻ പറയാം. കലാമണ്ഡലത്തിൽ ഒരു പരിപാടിക്ക് ജവഹർലാൽ നെഹ്റു ഉദ്ഘാടകനാണ്. ജവഹർലാൽ നെഹ്റു എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനമന്ത്രി, രാഷ്ട്രീയ നേതാവല്ല, അദ്ദേഹം വലിയ പണ്ഡിതനും വലിയ എഴുത്തുകാരനുമാണ്, വലിയൊരു കേട്ടോ. എനിക്ക് സത്യം പറയാം, ഈ മോദിയോടൊക്കെ അദ്ദേഹത്തെ കമ്പയർ ചെയ്ത് ശരിക്കും എന്റെ തല താങ്ങും. അത് നിങ്ങൾ മോദിയേക്കാൾ മോശമാണെന്നൊക്കെ ഉണ്ടായിരുന്നാൽ ഒരു കുഴപ്പമില്ല. ജവഹർലാൽ നെഹ്റു അവനവന്റെ ചരിത്രം എഴുതി,
ആത്മകഥ. ഈ 4 ചരിത്രം എഴുതി. ഇന്ത്യയെ കണ്ടെത്തി, ലോകത്തിന്റെ ചരിത്രം എഴുതി. ചരിത്രാവലോകനം. ഇത്ര വലിയ പണ്ഡിതനാണ്. അഹമ്മദ്നഗർ കോട്ടയിൽ 5.5 മാസം കൊണ്ടാണ് ഇന്ത്യയെ കണ്ടെത്തുന്ന മഹത്തായ പുസ്തകം എഴുതുന്നത്. 5.5 മാസം കൊണ്ട് ജയിലിലെ ലൈബ്രറി മാത്രം ഉപയോഗിക്കാറുണ്ട്. ഇവിടുത്തെ ഒരു ഹിസ്റ്ററി പ്രൊഫസർ എഴുതില്ല. പിന്നെ എന്താണ് അദ്ദേഹത്തിന്റെ ഭാഷ പോട്ടെ. അപ്പോ അദ്ദേഹം വന്നു, വലിയ സംഭവമാണ്, വെള്ളത്തോടിനെ അറിയാം. അപ്പോൾ നെഹ്റുവിന് ഇരിക്കാൻ വേണ്ടി മാത്രമായിട്ട് അടുത്ത വീട്ടിൽ നിന്ന് വലിയൊരു ഒരു സിംഹാസനം ഒരു കസേര കൊണ്ടുവന്നു. അപ്പോൾ വള്ളത്തോട് നേരെ അങ്ങോട്ട് കയറി. വള്ളത്തോട് ആ കസേരയിലിരുന്നു. അവിടെ നിൽക്കാറ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവോട് നിൽക്കുകയാണ്. കാരണം ഏത് പ്രധാനമന്ത്രിയുടെ മുമ്പിലും ഇരിക്കാവുന്ന ഒരുത്തനാണ് സാഹിത്യകാരൻ എന്നുള്ള അഭിമാനബോധം ആർക്കുണ്ട്? വള്ളത്തോടുണ്ട്. ഭാഗ്യത്തിന് ആ വീടിന്റെ കൊലായിൽ അതുപോലെ ഒരു കസേര ഉണ്ടായിരുന്നു. അവർ ഓടിപ്പടച്ച് കൊണ്ടുവന്നു ജവഹർലാൽ നെഹ്റു ഇരുന്നത്. ഇന്ന് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ ഇവിടുത്തെ ഒരു MLA-യുടെ മുമ്പിൽ ഒരു സാഹിത്യകാരൻ, വെറും ഒരു MLA, ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഒന്നല്ല. പിന്നെ നെഹ്റുവിന്റെ പുള്ളി അറിയുന്ന ആളാ വള്ളത്തോട്. നെഹ്റു ആരാണ് എന്നറിയുന്ന ഒരുത്തനാണ്. അപ്പോ ഞാൻ പറയുന്നത് സാഹിത്യത്തിന് അത്ര വലിയ സ്ഥാനം കേരളീയ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞുണ്ടായിരുന്നു. അടുത്ത ഘട്ടത്തിൽ നമ്മൾ കാണും തകഴി, കേശവദേവ്, ബഷീർ, പി ഭാസ്കരൻ, പൊൻകുന്നം വർക്കി. കേട്ടോ, കേശവദേവ് ഏതുതരം സാഹിത്യകാരാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 3 നഗരങ്ങളെ ലോകത്ത് സാഹിത്യ നഗരങ്ങളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിലൊന്നാണ് ഈ 51 നഗരങ്ങളിൽ ഒന്നാണ് നമ്മുടെ കോഴിക്കോട്. യൂറോപ്പിലെ വലിയ പ്രാഗ് പോലുള്ള മെൽബൺ പോലെയുള്ള, അത് നമ്മുടെ പാകിസ്ഥാനിലെ ലാഹോർ വരെ സാഹിത്യ നഗരമാണ്. ഈ സാഹിത്യ നഗരമായിട്ട് എന്തുകൊണ്ട് പ്രഖ്യാപിച്ചു എന്നുള്ളതിൽ ഇവിടെ കാരശ്ശേരി മാസ്റ്റർ പ്രസംഗത്തിൽ പറഞ്ഞ പോലെ വെറും സാഹിത്യം മാത്രമല്ല നഗരമായിട്ട് പ്രഖ്യാപിക്കാനുള്ള കാരണം നമ്മുടെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ, രേവതി പട്ടത്താനം, ബേപ്പൂരിലെ ബിസിനസ്, SM സ്ട്രീറ്റ്, കുറ്റിച്ചിറ, ഇതെല്ലാം ഈ പരാമർശ വിധേയമായിട്ടുണ്ട്. പിന്നെ ഈ സാഹിത്യ നഗരത്തിന്റെ സാംസ്കാരിക സാധ്യതകൾ അത് മാത്രം ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ പരിപാടി സംഘടിപ്പിക്കാൻ പീപ്പിൾസ് റിവ്യൂ അതിന്റെ അമരക്കാരനായ നിസാദ് കാണിച്ച ഒരു താല്പര്യത്തെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ സാഹിത്യ നഗരത്തിന്റെ പദവി നിലനിർത്തണമെന്നുണ്ടെങ്കിൽ സാംസ്കാരികമായ പ്രവർത്തനങ്ങൾ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കണം. അല്ല എങ്കിൽ ഈ സാഹിത്യ നഗരത്തിന്റെ എല്ലാവിധ നമ്മൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളും നഷ്ടപ്പെട്ടു. ഇത് കോഴിക്കോട് നഗരസഭയും മേയറും താല്പര്യമെടുത്തുകൊണ്ട് നമ്മുടെ കുറെ രേഖകൾ റെക്കോർഡ് ചെയ്തുകൊണ്ട് പഴയ കാലത്തെ എഴുത്തിന്റെയും നമ്മുടെ പ്രസാധനശാലകളുടെയും പത്രങ്ങളുടെയും സാംസ്കാരിക എല്ലാ കണക്കുകൾ രേഖപ്പെടുത്തി കൊടുത്തിട്ട് നമുക്ക് ഈ സ്ഥാനം കിട്ടിയത്. അത് തുറന്നു കിട്ടണമെന്നുണ്ടെങ്കിൽ പരിപാടികൾ നടത്തിക്കൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഈ സ്ഥാനം കോഴിക്കോട്ട് നഷ്ടപ്പെടും. ഇവിടെ കാരശ്ശേരി മാസ്റ്റർ പറഞ്ഞ ഒരു പ്രധാന പോയിന്റ് നമ്മുടെ ശ്രദ്ധ വരേണ്ടതാണ്. അദ്ദേഹം പറയുകയുണ്ടായി 1960-കളിലെ 70-കളിലെ ഇപ്പൊ ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തില് ഒരു കോഴിക്കോടിന്റെ സാഹിത്യകാരന്മാരുടെ കൂട്ടായ്മയും അന്നത്തെ പ്രവർത്തനങ്ങളും ആരാണ് അവരെ സപ്പോർട്ട് ചെയ്ത്? ശരിക്കും ഇവിടുത്തെ വ്യാപാരികൾ, ഇവിടുത്തെ വലിയ ധനാഢ്യന്മാരെല്ലാം ഈ സാഹിത്യകാരന്മാരുടെയും സംഗീത പ്രവർത്തകരെല്ലാം പിന്നിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. MS ബാബുരാജിനെ ഉള്ള ആൾക്കാരെ, എഴുത്തുകാരെ ഇങ്ങനെ ആനയിച്ചുകൊണ്ട് നടന്നിരുന്നത്. അതുകൊണ്ടാണ് അവർക്കൊക്കെ ശക്തി കിട്ടിയത്. മുല്ലപ്പള്ളി അബ്ദുറഹ്മാനെ പോലെയുള്ള പഴയ പണക്കാർ, അതുപോലെയുള്ള ഇവിടെയുള്ള എല്ലാ കച്ചവടക്കാർ, പഴയ ബാബുരാജിന്റെ കഥകളിലൊക്കെ കാണാം ഈ മുതലാളിമാരെ കടന്നു വരും. അതാണ് അവരെ സപ്പോർട്ട് ചെയ്തത്. ഇവിടുത്തെ സംഗീതവും സാഹിത്യവും കച്ചവടവും എല്ലാം കൂടിക്കുഴഞ്ഞ് എല്ലാവരും പരസ്പരം സഹായിച്ച ഒരു സാംസ്കാരിക ഒരു സമന്വയത്തിലാണ് സത്യം പറഞ്ഞാൽ കോഴിക്കോടിന്റെ ഒരു അന്തസ്സുണ്ടായത്. അത് നമ്മൾ 60-കളെ 70-കളെ 80 വരെയുള്ള കാലഘട്ടങ്ങളിൽ അറിയാം. ഈ ഭാഗത്ത് ഞാൻ കോളേജിൽ പഠിക്കുന്ന അവസരത്തിൽ ഈ സാഹിത്യകാരന്മാരുടെ കൂട്ടായ്മയാണ്. അവിടെ വരുമ്പം അത് കാണാൻ വേണ്ടി തന്നെ ഞങ്ങളൊക്കെ ഹോസ്റ്റലിൽ നിന്ന് വരുവാൻ ഈ നമ്മുടെ ലൈബ്രറി മുൻഭാഗത്ത് തിക്കോടിയിലുണ്ടാകും, NP മുഹമ്മദ് ഉണ്ടാകും, കൊടുങ്ങല്ലൂരുണ്ടാകും. ഈ എഴുത്തുകാരെല്ലാം വന്ന് ഉദ്ഘാടനം നമ്പൂതിരിയുണ്ടാകും. ഇങ്ങനെ കോഴിക്കോട് എഴുത്തുകാരെല്ലാം ഇവിടെ കാണും. കുറച്ച് കഴിഞ്ഞാൽ മിഠായിത്തെരുവിൽ കാണും, അവിടെ മഹാരാജ ബേക്കറിയുടെ കാണും, പീതാംബരക്കുടിയിൽ കാണും. ഇവരൊക്കെ അന്നത്തെ ആൾക്കാർ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇങ്ങനെ
ഇടുകി ചേർന്ന് പ്രവർത്തിച്ച ഒരു സാഹിത്യകാരന്മാരായിരുന്നു. അതിന്റെ ഗുണമാണ് നമ്മുടെ ആൾക്കാർക്ക് അന്നുണ്ടായിരുന്ന ഒരു സമുദായ ഐക്യമല്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പോയി നമ്മൾ ഇങ്ങോട്ട് നോക്കി അതൊരു മാനാഞ്ചിറ മൈതാനമാണ്. അത് പുല്ല് വെട്ടാൻ പോലും സാധിച്ചിട്ടില്ല, പുല്ല് വെട്ടുന്ന പോലും ഇല്ല. ഇവിടെ നോക്കുമ്പോൾ ഇത്ര മനോഹരമായി കിടക്കേണ്ടതാണ്. ഒരു ദിവസത്തെ ഒരു 2000 രൂപ കൊടുത്താൽ വൃത്തിയാക്കിയിടാം. അത് ചെയ്യുന്നില്ല. നമ്മുടെ ഈ ഇങ്ങനെയുള്ള ഓരോ സംഗതികളിലും കാണുന്ന ഓരോ നമ്മുടെ വീഴ്ചകൾ, അല്ലെങ്കിൽ നമ്മുടെ സാഹിത്യകാരന്മാരെ എന്തുമാത്രം ബഹുമാനിക്കണം അന്യ നാടുകളിൽ ചെന്നാൽ നമുക്കത് മനസ്സിലാകും. വില്യം ഷേക്സ്പിയറിനെ കുറിച്ച് നമ്മൾ വായിക്കാറുണ്ട്, സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. 1616 മരിച്ചുപോയ ഒരാളാണ്. ആ മഹാനായ നാടകത്തിന്റെ നാട്ടിൽ ചെന്നാൽ നിങ്ങളുടെ ചെല്ലുമ്പോൾ തന്നെ എയ്വൺ നദിക്കരയിലുള്ള അദ്ദേഹത്തിന്റെ ആ വീട് കാണാനായിട്ട് ഒരുപാട് സന്ദർശകരെത്താറുണ്ട്. 8 പൗണ്ട് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി അകത്ത് ചെല്ലുന്ന അവസരത്തിൽ അവിടെ കണ്ടൊരു കാഴ്ച രസകരമായ കാഴ്ചയായിരുന്നു. ഷേക്സ്പിയറിന്റെ കഥാപാത്രങ്ങളുടെ വേഷത്തിൽ ഒരുപാട് പേർ നിൽക്കുന്നു. അപ്പൊ എന്താണ് ഇങ്ങനെ കുറെ ആൾക്കാർ, കുറെ പേര് മലയാളികളുടെ വേഷത്തില്, കുറെ പേര് തമാശക്കാരുടെ വേഷത്തില്, സ്ത്രീകളൊക്കെ പഴയ രീതിയിലുള്ള ഗൗണൊക്കെ ധരിച്ചു വന്നു. അപ്പോൾ ഒരു പെൺകുട്ടി എന്റെ നേരെ ഇങ്ങനെ വന്നു. അവള് ഇംഗ്ലീഷിൽ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ വന്നു. അപ്പൊ അവള് പറയുന്നത് എന്താ, ഞാൻ അടുത്ത് വരുമ്പോൾ നോക്കുമ്പോൾ അവള് പറയുന്ന ഒരു പ്രണയ മധുരം നിറഞ്ഞ വാക്കുകളാണ്. അപ്പൊ അവൾക്ക് പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്നു, ഇത് റോമിയോ ജൂലിയറ്റ് പറയുന്ന ഒരു പ്രണയ സംഭാഷണമാണ്. അപ്പൊ എന്റെ അടുത്തേക്ക് വന്നപ്പോൾ ഈ കഥാപാത്രം വന്നിട്ട് സംസാരിച്ച് പെൺകുട്ടി വന്നപ്പോൾ അപ്പൊ എന്റെ ഓർമ്മയിലുള്ള ഈ ഞാൻ പഠിച്ച കുറച്ച് കാര്യം ഞാനും പറഞ്ഞു. അപ്പൊ എന്താന്ന് വെച്ചാൽ അവിടെ ആ പ്രദേശത്തെ നടീനടന്മാര് ഷേക്സ്പിയറിന്റെ വേഷം കെട്ടിയിട്ട് ഇന്നും ഈ 2025 അവിടെ നിൽക്കുകയാണ് ആൾക്കാർ. ആലോചിച്ച് നോക്കണം, 409 വർഷമായി അദ്ദേഹം മരിച്ചു പോയിട്ട്. ഇന്നും അവിടെ നാടകം കളിക്കുന്നു ഷേക്സ്പിയറിന്റെ. അപ്പൊ അതേ വേഷം കിട്ടിയപ്പോൾ ഞാൻ ചോദിച്ചു, അവരുടെ കൂടെ നമുക്ക് ഫോട്ടോ എടുക്കാം, അവിടെ പോയിട്ട് കാപ്പി കുടിക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ ഞങ്ങൾ നാടക നടീനടന്മാരാണ്. അങ്ങനെ അവര് ആ നാടകത്തിലെ വേഷം കെട്ടി അവിടെ നിൽക്കുകയും നമ്മളെ സന്തോഷിപ്പിക്കുകയും ആ കാലഘട്ടത്തിൽ നമ്മളെ കൊണ്ടുപോവുകയും ഷേക്സ്പിയറിന്റെ പഴയ മാമോസ രജിസ്റ്ററും കല്യാണത്തിന്റെ രേഖയൊക്കെ നമ്മൾ കണ്ട് നമുക്കവിടെ കാപ്പിയൊക്കെ കുറിച്ച് അവിടെ നടക്കാം. നമ്മളിവിടെ ഏത് സാഹിത്യകാരനാണ് ഉള്ളത്? ആകെപ്പാടെ ഇവിടെ എം ടി ഇവിടെ എസ് കെ പൊറ്റക്കാട്ടിന്റെ ഒരു പ്രതിമ വെച്ചിട്ട് കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഭാഗ്യത്തിന് കോഴിക്കോട് മാത്രമേ കുറെ കേട്ടിയുടെ പ്രതിമയുണ്ട്, വിഷയത്തിൽ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞ് സാംസ്കാരിക സാധ്യതകൾ എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇവർക്ക് വേണ്ടിയിട്ട് ഇവിടെ പറഞ്ഞല്ലോ, കാരശ്ശേരി പറയുണ്ടായില്ല, എന്തുകൊണ്ട് ഒരു വില്ലേജ് ഉണ്ടാക്കിക്കൂടാ, ചെറിയ ചെറിയ കൂട്ടായ്മ നമുക്ക് കൂടിക്കൂടാ. ഇവിടെ ഒരിക്കൽ ഞാൻ നമ്മുടെ ശോഭിതായിരിക്കും എൻ്റെ നാട്ടിലെ എൻ്റെ കൗൺസിലറാണ് മലയാളത്തില്. ഞാൻ പറഞ്ഞു, നമ്മൾ ഒരുപാട് പാട്ടുകാരിവിടെ ഉണ്ട്. നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് യൂറോപ്പിൽ ചെന്നാൽ ഏത് സ്ഥലത്ത് ചെല്ലുമ്പോഴും അവിടെ പാട്ടുകാരെ കാണാം. ഇപ്പൊ മാനാഞ്ചിറ സ്ഥലത്തുണ്ടെങ്കിൽ അവിടെ ഫ്ലൂട്ട് വായിക്കുന്നവരെ കാണാം, അക്കോർഡിയൻ വായിക്കുന്നവരെ കാണാം, അതുപോലെ വയലിൻ വായിക്കുന്നവരെ കാണാം. അപ്പൊ ഇതൊക്കെ ദരിദ്രന്മാരൊന്നുമില്ല, അവിടുത്തെ വലിയ കലാകാരന്മാർ വൈകുന്നേരമായി കഴിഞ്ഞാൽ അവരൊരു ഒഴിഞ്ഞ സ്ഥലത്ത് നിന്നിട്ട് അവരിതൊക്കെ ചെയ്യുന്നു. അല്ലെങ്കിൽ ചില ബിയർ ബാറുകളിലും മദ്യശാല ഹോട്ടലിന് മുമ്പിലൊക്കെ അവർ പണം കൊടുത്ത് ഈ കലാകാരന്മാരെ നിർത്തുന്നു, അവർ പാട്ട് പാടുന്നു, അവരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ആൾക്കാർ ആസ്വദിക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഐക്യം വരേണ്ടത്. നമുക്ക് ജാഥകളും പ്രകടനങ്ങളും ബഹളങ്ങളും ഒക്കെ അല്ലാതെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ മനുഷ്യൻ നമ്മുടെ സഹോദരനാണെന്ന് മനസ്സിലാക്കുകയുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും മാനസികമായ ഐക്യം ഉണ്ടാകുകയുള്ളൂ. ഒരിക്കൽ ഞാൻ ഈ മേയറോട് തന്നെ സംസാരിക്കുകയുണ്ടായി. ഇപ്പം ഞങ്ങൾ ശോഭിച്ചോട് സംസാരിച്ച് ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് നമ്മുടെ ചെറിയ ചെറിയ മുക്കിലും മൂലയിലുമൊക്കെ ഈ സംഗീത സാഹിത്യ സദസ്സുകൾ ഉണ്ടായിക്കൂടാ? ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ, വലുതല്ല, വലിയ ബഹളങ്ങളൊന്നും വെക്കണ്ട. ഇപ്പൊ മാനാഞ്ചിറയുടെ ഒരു ഭാഗത്ത് ഇരുന്നുകൊണ്ട് നമ്മൾ സംഗീതം കേട്ടുകൂടെ? നമുക്ക് മൈക്കൊന്നും ആവശ്യമില്ല, നമുക്ക് ഇരിക്കാൻ സീറ്റും വേണ്ട, അവിടെ നിന്നുകൊണ്ട് കേട്ടുകൂടെ? അങ്ങനെ ഒരു വന്നു കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് 10-25 സെന്ററുകളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ആൾക്കാർ ഇതൊക്കെ കേട്ട് ആസ്വദിച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ സഹോദരനാണ്, ഏത് പാർട്ടിപ്പെട്ടവരാണെങ്കിൽ നമ്മളൊക്കെ ഒന്നാണെന്നുള്ള ചിന്തകൾ, സാഹിത്യത്തിന്റെ ഏറ്റവും വലിയ മനുഷ്യനെ പരിവർത്തനപ്പെടുത്തുന്ന ആ മുഖം നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഇങ്ങനെയുള്ള കൂട്ടായ്മകളിൽ കൂടിയാണ്. ഈ സാഹിത്യ നഗരത്തിൽ ചർച്ച നടത്തിയ അവസരത്തിൽ കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പിനോട് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ പറയാറ് സെമിനാറിൽ പറയുണ്ടായി, നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ ചില സെന്ററുകൾ ഉണ്ടാക്കിക്കൂടാ? നമ്മുടെ പാർക്കുകളുണ്ട് നമുക്ക്, ആ പാർക്കൊന്നും ശ്രദ്ധിക്കാതെ അലസമായി കിടക്കുകയാണ്. അവിടെ ഒരു കാപ്പിയെ കൊടുക്കാൻ സൗകര്യം കൊടുക്കുന്ന ഒരാൾക്ക് കൊടുത്താൽ അത് ആ പാർക്ക് നോക്കാനുള്ള ചുമതല ഏൽപ്പിച്ചു കൊടുത്താൽ അവർ നോക്കിക്കൊടുക്കും. ഒരേക ഇന്ത്യ, ഒരേക സംസ്കാരം, എല്ലാം ഒരു ഏകതയിലേക്ക് ആ രീതിയിലുള്ള ഒരു ഐക്യപ്പെടലാണ്. പക്ഷെ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ സംസ്കാരത്തിലുള്ള ഭിന്നത കൊണ്ട് പല ഭിന്നമായിട്ടുള്ള സാംസ്കാരിക തലത്തിൽ നിന്നുകൊണ്ടും ഐക്യപ്പെടുന്ന ഒരു ഏറ്റവും സുന്ദരമായ ഒരു കാഴ്ച
നമ്മുടെ ഭാരതത്തിലുണ്ടായിരുന്നു. കോഴിക്കോടിനെ തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ സ്ലാങ്ങുകൾ സംസാരിക്കുന്ന, ഇപ്പോ നമ്മൾ വടകരയും കൊയിലാണ്ടിയും പറയുകയാണെങ്കിൽ തന്നെ 15 മീറ്ററിന്റെ വ്യത്യാസമുള്ളൂ. അവിടെ ഭാഷയില്, സംസാരത്തില്, ശൈലികളില് വലിയ രീതിയിലുള്ള വ്യത്യാസമുണ്ട്. ആ സംസാരത്തിലും സംസ്കാരത്തിലും ഭക്ഷണത്തിലും ഒക്കെ ഭിന്നത ഉണ്ടായിട്ടും ഈ ഭിന്നത നിലനിർത്തിക്കൊണ്ട് വലിയ രീതിയിൽ ഐക്യപ്പെടുന്ന ഒരു അവസരം പണ്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ കാരശ്ശേരി മാഷ് പറഞ്ഞ മാതിരി ഏറ്റവും കൂടുതൽ എലൈറ്റായിട്ട് ചിന്തിക്കുന്ന ആളുകളായിരുന്നു അന്ന് രാജ്യഭരണം കയ്യേറിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാക്കുന്ന നിയമങ്ങളും അവിടെ ഉണ്ടാക്കുന്ന നീതികളും ഒക്കെ ആ രീതിയിൽ എല്ലാവരെയും ഐക്യപ്പെടുത്തുന്നതിനും എല്ലാവരുടെയും ക്ഷേമത്തിനു വേണ്ടിയായിരുന്നു. ഇന്നിപ്പോ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന നിയമങ്ങളും ഇവിടെ ഉണ്ടാക്കുന്ന വ്യവസ്ഥകളും ഒക്കെ ഒരു പ്രത്യേക സമൂഹത്തിന്റെ ബെനിഫിറ്റിലേക്ക് എന്നുള്ള രീതിയിൽ സംസാരിക്കപ്പെടുകയാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന ഇവിടെ സാഹിത്യത്തെ കുറിച്ച് വലിയ രീതിയിൽ എനിക്ക് സംസാരിക്കാൻ അറിയില്ല. എന്റെ അറിവിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഏതൊരു കയറ്റത്തിനും ഒരു ഇറക്കമുണ്ട് എന്ന് പറഞ്ഞ മാതിരി ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ വർഗീയത സംസാരിക്കുന്ന ഒരു കാലഘട്ടത്തില് ആ കാലവും കടന്നു പോകുമെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഒരു പുതിയ തലമുറ സാംസ്കാരികമായി ഉന്നത തലത്തിൽ ചിന്തിക്കുന്നത്. നമ്മളിന്ന് പറയാറുണ്ട്, എഴുതാനും വായിക്കാനും വായിക്കുന്നവർക്ക് കൂട്ടം കൂടാനുമുള്ള സാഹചര്യങ്ങളൊക്കെ കുറഞ്ഞു വരുന്നു എന്ന് പറയുമ്പോൾ ഇന്നത്തെ കുട്ടികൾ ഓൺലൈൻ മാധ്യമങ്ങളിൽ വായിക്കുന്നു. അവര് വായിക്കുകയും അറിയുകയും ചെയ്യുന്ന മാധ്യമങ്ങൾ മാറുന്നു. അപ്പൊ നമ്മളെ കാത്തു നിൽക്കുന്ന ഒരു നാളെ ഒരുപക്ഷെ നമ്മേക്കാൾ, നമ്മുടെ മുൻപ് നടന്നവരെക്കാൾ ഉന്നതിയിൽ ചിന്തിക്കാൻ പറ്റുന്ന ആളുകളുടെ ഒരു തലമുറ വരുമെന്നും കാര്യങ്ങള് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ അല്ലാത്ത രീതിയിലുള്ള ഒരു നാളെ ഉണ്ടാകുമെന്ന് പ്രത്യാശിക്കാനാണ് എനിക്കിഷ്ടം. കാരണം നമുക്കറിയാം, ഇന്ന് പലപ്പോഴും ഇവിടെ കാരശ്ശേരി മാഷ് സൂചിപ്പിച്ചു, രാഷ്ട്രീയ മേഖലയിൽ നിന്ന് വരുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഞാൻ അതിശയപ്പെട്ടു പോയിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും സാമൂഹിക നമ്മൾ പറയാറുണ്ട്, സാമൂഹിക അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ജാതിമത ചിന്തകളുടെ അടിസ്ഥാനത്തിൽ, വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വരെ സ്ഥാനാർത്ഥി നിർണയം നടക്കുന്ന പാർട്ടികൾ, രാഷ്ട്രീയ പാർട്ടികൾ, സെക്യുലർ എന്ന് ഏറ്റവും വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുള്ള നാട് തന്നെയാണ് കേരളം. അപ്പൊ അവിടെയൊക്കെ ഒരു വ്യത്യസ്തമായ രീതിയിൽ എന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നു. അപ്പൊ നല്ല രീതിയിലുള്ള നേതാക്കന്മാർ വരും, നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ വരും. ഇപ്പൊ തന്നെ പറഞ്ഞു, ഇപ്പൊ മനോരമയുടെ ജോർജ് സർ സൂചിപ്പിച്ചു, ഈ ഒരു ചെയിൻ ഓഫ് സിറ്റീസിന്റെ ശ്രേണിയിലേക്ക് കോഴിക്കോട് വരുന്നതിന് ഒരു വലിയ രീതിയിലുള്ള പങ്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മേയറുടെ പങ്ക് വലിയ രീതിയിലുള്ളതാണ്. കാരണം അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റർ, എഴുത്തിനോടും സാഹിത്യത്തോടും താല്പര്യമുള്ള ഒരാളാണ് അവിടെ മേയറായിട്ട് വന്നത്. പ്രതിപക്ഷ കക്ഷിയിൽ നിന്നുകൊണ്ട് ഞാനിത് പറയുന്നത്, എഴുത്തിനെയും വായനയെയും സ്നേഹിക്കുന്ന, ഉന്നത രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ രാഷ്ട്രീയത്തിലേക്കായാലും പൊതുമേഖലയിലേക്കായാലും വരുമ്പോ അവിടെ ഉണ്ടാകുന്ന തീരുമാനങ്ങൾക്കും വ്യത്യാസം വരും. അപ്പൊ നമ്മളെല്ലാം ആഗ്രഹിക്കേണ്ടതും നമ്മളെല്ലാം മുന്നോട്ട് വെക്കേണ്ടതും ഒരു പ്രതീക്ഷയിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കയറ്റത്തിനും ഒരു ഇറക്കമുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ ഇറക്കത്തിനും ഒരു കയറ്റമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പറയാറുണ്ട്, ഒരുപാട് കാലം നമുക്ക് വർഗീയത സംസാരിക്കാൻ കഴിയില്ല, ഒരുപാട് കാലം മതേതരത്വം നിലനിൽക്കില്ല. അപ്പൊ ഇന്നത്തെ കാലത്തിൽ വർഗീയത ഏറെ സംസാരിക്കപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും നമ്മെ കാത്തു നിൽക്കുന്നത് മതേതരത്വത്തിന്റെയും ഐക്യപ്പെടലിന്റെയും ഒരു കാലമാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അതിനാണ് പുതുതലമുറയിലുള്ള ആളുകൾ മെയിൻ സ്ട്രീമിലേക്ക് വരണം, പുതിയ ആശയങ്ങൾ വരണം എന്ന് പറയുന്നത്. അവിടെ പഴയ തലമുറയെ മാറ്റി നിർത്തിക്കൊണ്ടല്ല, എല്ലാവരെയും ചേർത്തുകൊണ്ട് ഐക്യപ്പെട്ടുകൊണ്ട് സാംസ്കാരികമായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അവിടെ രാഷ്ട്രീയ ഭേദമില്ലാതെ, വ്യത്യാസങ്ങളില്ലാതെ എല്ലാവിധ വൈജാത്യങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാഹിത്യത്തിന് മാത്രമേ സാധിക്കുള്ളൂ. ഇവിടെ ഇപ്പൊ കാരശ്ശേരി മാഷ് പറഞ്ഞ എനിക്ക് ഏറെ ഇഷ്ടമായി. കളിയിലായാലും രാഷ്ട്രീയത്തിലായാലും പരസ്പര വൈരാഗ്യം ഉണ്ടാകുമ്പോൾ ഉയർന്നു ചിന്തിക്കുന്ന സാഹിത്യ മേഖലയിൽ അഗ്രഗണ്യരായിട്ടുള്ള ഒരു വലിയ ക്രൗഡാണെങ്കിൽ അവിടെ വലിയ രീതിയിലുള്ള വിദ്വേഷങ്ങൾ ഉണ്ടാകുന്നില്ല എന്നാണ്. അപ്പൊ നമ്മള് കോഗ്നിറ്റീവ് ലെവലിലാണ് മാറി ചിന്തിക്കേണ്ടത്. ഇന്റലക്ച്വലി ഉയർന്ന ലെവലിൽ ചിന്തിക്കാൻ നമുക്ക് ഈ ഒരു മേൽവിലാസം സാധ്യമാവട്ടെ.
ഇവിടെ ചർച്ച ചെയ്ത ഇവിടെ പറഞ്ഞല്ലോ ഇടനാഴികളെ കുറിച്ച്, വലിയ അന്തിച്ചർച്ചകളുള്ള കോനായി ചർച്ചകളെ കുറിച്ച്, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കട്ടെ. സാംസ്കാരിക നഗരത്തിന്റെ വികസന സാധ്യതകളെ കുറിച്ചുള്ള ചർച്ച ആണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു അഭിപ്രായം, സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ കൈരളി തിയേറ്ററിൽ ഒരു വേദി ഓഡിറ്റോറിയമുണ്ട്. ആ ഓഡിറ്റോറിയത്തിൽ എല്ലാ ദിവസങ്ങളിലും പരിപാടികളുണ്ട്. ഒരു ദിവസവും ആ ഓഡിറ്റോറിയം ഒഴിഞ്ഞു കിടക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ ഒരു സ്ഥിരം നാടകവേദി കോഴിക്കോട് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരും പ്രസിദ്ധരുമായ നാടക കൃത്തുക്കളും നടീനടന്മാരുമുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ ഒരു സ്ഥിരം നാടകവേദി ഇവിടെ ആരംഭിക്കുകയാണെങ്കിൽ അത് ഇവിടുത്തെ സാംസ്കാരിക തനിമയ്ക്ക്, സാംസ്കാരിക അഭിവൃദ്ധിക്ക്, കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഏറെ പ്രയോജനീഭവിക്കുമെന്നൊരു അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. നഗരത്തിലെ സാംസ്കാരിക സാധ്യതകൾ എന്ന ചർച്ചാ പരിപാടിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന ആദരണീയരായ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കവി അധ്യക്ഷത വഹിച്ച ശ്രീ പി ശ്രീകണ്ഠി സാറിനെ ഈ ചടങ്ങിൻ്റെ പേരിൽ ആദ്യമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സാഹിത്യ സാംസ്കാരിക സാധ്യത ചർച്ച ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയകരനായ വിമർശകനും അധ്യാപകനുമായ ഡോക്ടർ M.N. കാരശ്ശേരിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ മുതിർന്ന പത്രപ്രവർത്തകനും മലയാള മനോരമ അസിസ്റ്റന്റ് എഡിറ്ററുമായിരുന്ന എഴുത്തുകാരനായ ഞങ്ങളുടെ എല്ലാം പഴയ ബാലചികിത്സയിലെ ശങ്കരത്തേട്ടൻ കൂടിയായിരുന്ന പ്രിയപ്പെട്ട KF ജോർജ് സാറിനെ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷനിലെ കൗൺസിലർ ശ്രീമതി ശോഭിതാജിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പീപ്പിൾസ് പത്രാധിപർ ശ്രീ PT നിസാർ അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഇവിടെ അഭിപ്രായം പറഞ്ഞ ജോസഫ് പൊതുക്കുടി സാറിന് ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും പീപ്പിൾസ് റിവ്യൂ പബ്ലിക്കേഷൻസിന്റെ പേരിൽ ഇവിടെ പങ്കെടുത്ത എല്ലാ നാട്ടുകാർക്കും, എല്ലാ സഹൃദയർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അധ്യക്ഷന്റെ അനുവാദത്തോടുകൂടി ഈ പരിപാടി അവസാനിച്ച് അറിയിക്കുന്നു.